ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐസ് ഓഫ് വക്കാൻഡയിലെ എപ്പിസോഡ് 3ഉം 4ഉം ആണ്. 3 കാണാൻ താല്പര്യമില്ലെങ്കിലും എപ്പിസോഡ് 4 നിങ്ങൾ എന്തായാലും കാണണം. പിന്നെ നിങ്ങളുടെ ഓണം വെക്കേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മുടെ ചാനൽ വീഡിയോ വരാൻ കുറച്ച് ടൈം എടുക്കും, കാരണം ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേക്ക് പോവാ. ഐ മീൻ ഫാർ ഫ്രം ഹോം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. മൂന്നാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് 1400 AD-യിലാണ്. സ്ഥലം ചൈന എന്ന് പറഞ്ഞ സെക്കൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് ഏകദേശം 2600 വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ വക്കാൻഡയും ചൈനയും തമ്മിൽ എന്താ ബന്ധം? അങ്ങനെയായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷെ ബന്ധമുണ്ട്. ഒരു മഞ്ഞുമലയുടെ മുകളിലുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീടാണ് കാണിക്കുന്നത്. അവിടുത്തെ സെറ്റപ്പ് ഒക്കെ പണ്ടത്തെ ചൈനയിലെ പോലെയാണ്. സുന്ദരിയായിട്ടുള്ള ഒരു യുവതി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡ് ആണോന്ന് അറിയില്ല. തൊട്ടടുത്ത് കിടക്കുന്ന ഒരാൾ അവൾ അറിയാതെ എഴുന്നേക്കുവാണ്. അയാൾ പതുക്കെ പോയി വാതിൽ തുറന്ന് അവൾ കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി നേരെ പുറത്തേക്ക് കിടക്കുന്നു. ആ മലയുടെ മുകളിലുള്ള ഒരു അമ്പലത്തിലേക്കാണ് അയാൾ പോകുന്നത്. ആ അമ്പലത്തിൽ കാണുന്നവരോടൊക്കെ ഡ്രാഗണിന് സ്തുതിയായിരിക്കട്ടെ എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ അവിടുത്തെ മെയിൻ ദൈവം ഒരുപക്ഷെ ഡ്രാഗൺ ആയിരിക്കാം. അങ്ങനെ അയാൾ നേരെ അവിടുത്തെ എല്ലാവരും ആരാധിക്കുന്ന ഒരു ഡ്രാഗൺ പ്രതിമയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ആ ഡ്രാഗണിന്റെ നാവ് വല്ലാതെ തിളങ്ങുന്നുണ്ട്. കാര്യം അത് തന്നെ, ആ നാവ് ഉണ്ടാക്കിയിരിക്കുന്നത് വക്കാൻഡയുടെ വൈബ്രേനിയം ഉപയോഗിച്ചാണ്. ഇത് തേടിയാണ് വക്കാൻഡക്കാരനായിട്ടുള്ള ഈ വാർഡോഗ് ഇവിടെ ചൈനയിലേക്ക് വന്നിരിക്കുന്നത്. മിക്കവാറും ഇയാൾ കുറച്ചധികം നാളായി കാണും ഇവരുടെ ഇടയിൽ ഇങ്ങനെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അയാൾ ആ ഡ്രാഗണിന്റെ പ്രതിമയിൽ നിന്ന് നാവ് വലിച്ചൂരിയെടുക്കാൻ നോക്കുവാണ്. പക്ഷെ അയാൾക്കത് പറ്റുന്നില്ല. അപ്പോൾ അയാൾ ഒരു കാര്യം തീരുമാനിച്ചു. നമ്മളുടെ ഹനുമാൻ ഒരു മലയിൽ ചെന്ന് മരുന്ന് തേടാൻ പോയപ്പോ ആ മരുന്ന് ഏതാന്ന് ഹനുമാൻ അറിയുന്നില്ല. അപ്പൊ അങ്ങേര് മല തന്നെ പൊക്കിക്കൊണ്ടുവന്നു. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ വൈബ്രേനിയത്തിന്റെ നാക്കൂരിയെടുക്കാൻ നോക്കുമ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് അയാൾ ആ പ്രതിമ തന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോരുവാണ്. പക്ഷെ അയാളുടെ ഭാഗ്യത്തിന് ആ അമ്പലത്തിലെ എല്ലാവരും അത് കണ്ടു. അവരോടനെ തന്നെ ഹോൺ മുഴക്കി അമ്പലത്തിൽ കള്ളം കയറിയ വിവരം എല്ലാവരും അറിയിക്കുവാണ്. വാർഡോഗ് പിന്നെ ഒന്നും നോക്കിയില്ല. അയാൾ ട്രെയിൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുന്നിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു. അവിടുത്തെ വീടുകളുടെ മുകളിൽ കൂടെ ഓടി മറിഞ്ഞ് മഞ്ഞിക്കൂടെ സ്ലൈഡ് ചെയ്ത് അയാൾ നേരെ ഒരു മഞ്ഞുകൂനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. നേരെ അയാൾ അത് കൈയിട്ട് എന്തോ ബട്ടൺ പ്രസ് ചെയ്തപ്പോ ദേ പൊങ്ങി വരുന്നു വക്കാൻഡയുടെ അടുത്ത ടെക്നോളജി, ഒരു വിമാനം. നിങ്ങൾ ആലോചിക്കണം, ശരിക്കും വിമാനം നമ്മുടെ ലോകത്ത് കണ്ടുപിടിക്കുന്നതിനും ഒരുപാട് കാലങ്ങൾക്ക് മുൻപാണ് വക്കാൻഡക്കാർ ഈ വിമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് ഉദ്ദേശം വക്കാൻഡ പണ്ടേ എത്രയോ പുരോഗമിച്ചിരുന്നു എന്ന് കാണിക്കാനാണ്. അങ്ങനെ വിമാനം പറപ്പിച്ച് അയാൾ മുന്നോട്ട് പോകുമ്പോൾ തൽക്കാലത്തേക്ക് അയാൾ ഒന്ന് സമാധാനിക്കുവാണ്. കുറെ കാലം ഇവിടെ അലഞ്ഞു തിരിഞ്ഞെങ്കിലും അവസാനം അയാൾ വന്ന മിഷൻ നടന്നു. നഷ്ടപ്പെട്ടു പോയ വൈബ്രേനിയം അയാൾ തിരിച്ചു പിടിച്ചു. പെട്ടെന്ന് ആ സമയത്ത് വാർഡോഗുകളുടെ മേലധികാരി ഇയാളെ കോൾ ചെയ്യുവാണ്. ആ സമയത്താണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോയുടെ പേര് ഏജന്റ് ബാഷ എന്നാണ്. ഭാഷയെ വിളിച്ചിരിക്കുന്നത് വാർഡോഗുകളുടെ ക്യാപ്റ്റൻ മിസ്റ്റർ ഇബോ. ഹലോ ഏജന്റ് പാഷ, നിങ്ങൾ എപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ? കുറച്ചാഴ്ചകളായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലായിരുന്നല്ലോ. ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ മരിച്ചുപോയെന്ന്. ക്യാപ്റ്റൻ ഇബോ, എന്ത് പറ്റിയെന്ന് അറിയില്ല. കുറച്ചാഴ്ചകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഡിവൈസുകളൊന്നും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ തേടി വന്ന വൈബ്രേനിയം കണ്ടുപിടിച്ചു. ഇപ്പൊ വക്കാൻഡയിലേക്ക് തിരിച്ചു വരുന്ന വഴിയെ അങ്ങനെ ഒരു മിഷൻ കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഓ വെൽ ഡൺ പാഷ, നീ എന്തായാലും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നത്, നീ താമസിച്ചിരുന്ന ഗ്രാമത്തിനെ പറ്റി ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കേട്ടിരുന്നു. അവിടെ എന്തൊക്കെയോ സൂപ്പർ പവറുകൾ ഉണ്ടെന്നോ, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ശക്തി അവിടെ ഉണ്ടെന്നോ, അങ്ങനെ എന്തൊക്കെയോ. അപ്പൊ ഞങ്ങൾ കുറച്ച് പേടിച്ചു. വെൽ ക്യാപ്റ്റൻ ഇബോ, എന്തായാലും ഞാനൊരു കാര്യം പറയാം. ആ ഗ്രാമത്തിൽ ഒരു സൂപ്പർ പവറും ഇല്ല, ഒരു ശക്തിയും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടല്ലേ എനിക്ക് ഇത്ര എളുപ്പമായിട്ട് ഈ വൈബ്രേനിയം എടുത്തുകൊണ്ട് വരാൻ പറ്റിയത്. അങ്ങനെ ഭാഷ പ്ലെയിനും കൊണ്ട് വക്കാൻഡയിൽ വന്നിറങ്ങി. വൈബ്രേനിയം കൊണ്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും മിഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ഭാഷയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഭാഷയ്ക്കും സന്തോഷം, അവർക്കും സന്തോഷം, എല്ലാവർക്കും അങ്ങനെ സന്തോഷമായി. അപ്പോഴാണ് ക്യാപ്റ്റൻ ഇബോ അങ്ങോട്ട് വരുന്നത്. ഹേയ് ക്യാപ്റ്റൻ ഇബോ, നിങ്ങൾ എന്താ പറഞ്ഞ? ആ ഗ്രാമത്തിലുള്ള എന്തോ അജ്ഞാത ശക്തി എന്നെ കൊന്നുകളയുന്നു. അങ്ങനെയൊന്നും ഈ ഭാഷയെ തോപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ പറ, ഏതെങ്കിലും ഏറ്റെടുത്തൊരു മിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നിട്ടുണ്ടോ? അതൊക്കെ ശരി പാഷ, നീ എന്തായാലും പോയ കാര്യം നടത്തി, കൺഗ്രാറ്റുലേഷൻസ്. പക്ഷെ എന്തോ ഇവിടെ ഒരു പ്രശ്നമുള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നുവാണ്. നീ വരുന്ന വഴിക്ക് ആരും നിന്നെ കണ്ടിട്ടില്ല എന്ന് ഉറപ്പല്ലേ? അതും വക്കാൻഡയുടെ ഒരു റൂളാണ്. മിഷന് പോയി തിരിച്ചു വരുമ്പോ നിന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. സാർ നിങ്ങൾ എന്താ പറയുന്നത്? ഞാനതൊക്കെ ശ്രദ്ധിക്കാതെ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? നോ വേ, ഞാൻ എപ്പോഴും എന്റെ മിഷൻ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. ഇനി എന്തിനാ ടൈം കളയുന്നത്? നമ്മൾക്ക് വേഗം ഈ വൈബ്രേനിയം തിരിച്ചു കൊണ്ടുവയ്ക്കാം. ഓക്കെ പാഷ, പക്ഷെ ഒരു കാര്യം, വൈബ്രേനിയം കൊണ്ടുവരാനായിരുന്നു നിന്റെ മിഷൻ. പക്ഷെ നീ എന്തായി ഡ്രാഗണിന്റെ തലയെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ഒരു കാര്യം അറിയാലോ, നമ്മളുടെ റൂൾസ് അനുസരിച്ച് വൈബ്രേനിയം തിരിച്ചു കൊണ്ടുവരാൻ പോകുമ്പോൾ അത് പരമാവധി ആളുകളെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഈ പ്രതിമ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്റെ പൊന്ന് ക്യാപ്റ്റ, നിങ്ങൾക്ക് ഇവിടെ റൂൾ ബുക്കും വായിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ ഫീൽഡിൽ ഇറങ്ങി കളിക്കുമ്പോൾ ആ റൂൾസ് ഒന്നും നോക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ പുറത്തുപോയി എന്തൊക്കെ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിലും അതൊന്നും ഈ വക്കാൻഡയേക്കാൾ സുന്ദരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബട്ട് പാഷ, ഇപ്പൊ ഓഫീസിൽ
ഓഫീസേഴ്സിനെല്ലാം നിന്നോട് വലിയ മതിപ്പാ. നീ നിന്റെ മിഷൻ നേടിയെടുത്തപ്പോൾ തന്നെ അവർ നിന്നെ ഇനിയും അടുത്ത മിഷൻ തരാൻ വേണ്ടി പെട്ടെന്ന് വരാൻ പറഞ്ഞിരിക്കുവാണ്. അത് മാത്രമല്ല നിന്റെ റാങ്ക് ഇനി ഉയർത്താൻ പ്ലാനും ഉണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയൂ ക്യാപ്റ്റൻ, ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ആ ഗ്രാമത്തിലെ ഭാഷ പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ചെന്ന് എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റി. ആ അമ്പലം കാത്തു സൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളെയും ഞാൻ വിശ്വസിപ്പിച്ചു. അവളെ എനിക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ മിഷൻ ഇതായി പോയില്ലേ. അങ്ങനെ അവര് ആ വൈബ്രേനിയം കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ അവരെക്കാൾ ഉയർന്ന ഒരു ഹൈ കമാൻഡിംഗ് ഓഫീസർ നിൽക്കുവാണ്. അയാളും മിഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ഏജന്റ് പാഷയെ അഭിനന്ദിക്കുന്നുണ്ട്. ഏജന്റ് പാഷ, മിഷൻ കംപ്ലീറ്റ് ആയി. പക്ഷേ വൈബ്രേനിയം മാത്രം കൊണ്ടുവരാനായിരുന്നു നിങ്ങളുടെ മിഷൻ. സർ, അതെനിക്ക് അറിയാം. പക്ഷെ നമ്മുടെ വൈബ്രേനിയം പ്രതിമയുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒടിച്ചെടുക്കാൻ പറ്റിയില്ല. വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ഹൈ കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ ഇബോയോട് പോയി പുറത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് വരാൻ പറയുവാണ്. അതായത് അങ്ങേർക്ക് വലിയ വിലയൊന്നും ഇല്ല ഇവിടെ. അതിൽ ഇബോയ്ക്ക് നല്ല വിഷമമുണ്ട്. ഏജന്റ് പാഷ, നിങ്ങൾക്കറിയാമല്ലോ ഈ വക്കാൻഡയ്ക്ക് കുറെ റൂൾസ് ഉണ്ട്. ഓരോ ഏജൻസും അതനുസരിച്ചേ പറ്റൂ. വൈബ്രേനിയം വക്കാൻഡയുടെ പുറത്ത് മോശമായ കൈകളിലെത്തിയ ഒരു പക്ഷെ അത് വക്കാൻഡയ്ക്ക് നേരെ തിരിയും. ചിലപ്പോൾ അത് ഈ ലോകത്തിന്റെ തന്നെ നാശത്തിന് കാരണമാവും. എന്തായാലും നിങ്ങളുടെ ഈ കുറെ നാളത്തെ യാത്രക്കിടയ്ക്ക് ഓർമ്മിച്ചു വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടായോ? ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ തന്നെ അത് നീ മറന്നേ പറ്റൂ. നമ്മളൊരു മിഷന് വേണ്ടിയാണ് പോകുന്നതെന്ന് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. യെസ് സർ, അതെല്ലാ കാലത്തും എനിക്ക് ഓർമ്മയുണ്ടാവും. എനിക്ക് മിഷനാണ് ഏറ്റവും ഫസ്റ്റ്. ഈ സമയത്ത് പാഷ വന്ന പ്ലെയിനിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അവിടെ നിന്നൊരു ലേഡി ഏജന്റ് അത് പരിശോധിക്കാൻ വേണ്ടി പോവായിരുന്നു. പക്ഷെ എന്തോ ഒന്ന് ആ ലേഡിയെ പ്ലെയിനിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുവാണ്. പെട്ടെന്ന് പാഷയ്ക്ക് ഒരു മെസ്സേജ് കിട്ടുവാണ്. അയാളുടെ പ്ലെയിനിലെ സിഗ്നലിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്, എന്തോ പന്തിയേടുണ്ടെന്ന് പാഷയ്ക്ക് മനസ്സിലായി. പക്ഷെ അത് ഹൈ കമാൻഡിംഗ് ഓഫീസർ അറിയിക്കാതെ പാഷ നേരെ പ്ലെയിനിന്റെ അടുത്തേക്ക് പോവാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ ക്യാപ്റ്റൻ ഇബോയ്ക്ക് അതെന്താണ് സംഭവം എന്ന് കണ്ടുപിടിക്കണമെന്ന് തോന്നി. അയാൾ നേരെ പ്ലെയിനിന്റെ അടുത്തേക്ക് പോവാണ്. നോക്കുമ്പോ ഒരു മുഖം മൂടിയൊക്കെ ഇട്ട് എന്തോ ഒരു തരം രൂപം അയാൾക്ക് അവിടെ കാണാൻ പറ്റി. നീ ആരാന്ന് ചോദിച്ച് ക്യാപ്റ്റൻ ഇബോ അടുത്തേക്ക് ചെന്നെങ്കിലും ആ രൂപം അയാളെ ചവിട്ടി തെറിപ്പിക്കുവാണ്. എന്നിട്ട് ഇബോയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പാഷ എവിടെയാണെന്ന് ചോദിക്കുന്നു. വക്കാൻഡക്കാർക്ക് മനസ്സിലാവാത്ത ഏതോ ഒരു ലാംഗ്വേജിലാണ് ഈ മുഖം മൂടിയിട്ട ആള് ചോദിക്കുന്നത്. എന്തായാലും സൗണ്ട് കേൾക്കുമ്പോൾ അതൊരു പെണ്ണാണെന്ന് മനസ്സിലായി. അവൾ വീണ്ടും ഭാഷ എവിടെയാണെന്ന് ചോദിക്കുന്നു. ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിലും ഭാഷയുടെ പേര് കേട്ടപ്പോ ഇബോക്ക് കാര്യം മനസ്സിലായി. ഏയ് നിക്ക് നിക്ക് നിക്ക്, നീ എന്നെ കൊല്ലാണ്ട് ആവശ്യമൊന്നുമില്ല, നിനക്ക് ഭാഷയല്ല വേണ്ടത്. അങ്ങനെ പറഞ്ഞ് ക്യാപ്റ്റൻ ഇബോ അവളെ കൊണ്ട് കുറച്ചങ്ങോട്ട് നടക്കുവാണ്. പെട്ടെന്ന് അയാൾ അവൾ കാണാതെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് അവിടെ മൊത്തം അലാറം മുഴക്കുവാണ്. അവൾ പെട്ടെന്ന് മറ്റൊരു റൂമിലേക്ക് ഓടിക്കയറി. നോക്കുമ്പോ അവിടെ മൊത്തം വക്കാൻഡയിലെ ഏജന്റ്സ് ആണ് ഇരിക്കുന്നത്. ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള അതിശക്തന്മാരായിട്ടുള്ള ഏജന്റ്സ്. പിന്നെ അവിടെ ഒരു ഫൈറ്റ് ആണ് നടക്കുന്നത്. പക്ഷെ അവൾ ഒരു സാധാരണ പെൺകുട്ടിയല്ല. ഇത്രയും മാസമായിട്ടുള്ള ഏജന്റ്സിനെ ഓരോരുത്തരെയും അവൾ അങ്ങോട്ട് അടിച്ചൊതുക്കുവാണ്. എന്തോ ഒരു സൂപ്പർ പവർ അവൾക്കുള്ളതുപോലെ. ഈ സമയത്ത് ക്യാപ്റ്റൻ ഇബോ പെട്ടെന്ന് പാഷയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുവാണ്. പാഷ, നീ എന്തായി ചെയ്തു വെച്ചേക്കുന്നത്? ഏതാ അവള്? ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ഞാനോ? എനിക്കൊന്നും അറിയില്ല അതാരാന്ന്. ക്യാപ്റ്റൻ, നിങ്ങൾ വെറുതെ എന്നെ സംശയിക്കരുത്. അവൾ നിന്റെ പേര് പറഞ്ഞു പാഷ. നിന്നറിയാതെയാണ് അവൾ നിന്റെ പേര് പറഞ്ഞത്. എനിക്ക് അപ്പോഴേ തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇവിടുത്തെ റൂൾസ് അനുസരിക്കണമെന്ന് നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. പക്ഷെ നീ അത് കേട്ടില്ല. പെട്ടെന്നാണ് ഹൈ കമാൻഡർ ഓഫീസറുടെ അടുത്തേക്ക് ഈ കാര്യം പറയാൻ വേണ്ടി കുറച്ചുപേര് ഓടി വരുന്നത്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഒരു മാസ്ക് ഇട്ട ആൾ ഞങ്ങളെയൊക്കെ അടിച്ചു നിരത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണെന്നാണ് അവരൊക്കെ പറയുന്നത്. പക്ഷെ വക്കാൻഡയുടെ ഉള്ളിലേക്ക് പുറത്തുനിന്ന് ഒരാൾ എങ്ങനെ കടന്നു വരും? അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ. ഇന്നിവിടേക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ളത് ഏജന്റ് പാഷ മാത്രമാണ്. ഇതിന് ഏജന്റ് പാഷയും ക്യാപ്റ്റൻ ഇബോയും ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇത് കേട്ട് ക്യാപ്റ്റൻ ഇബോയ്ക്ക് പേടിയായി. പാഷ കാരണം അയാളും കൂടി പെട്ടു. പാഷ, നീ എന്തായി ചെയ്തു വെച്ചേക്കുന്നത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ക്യാപ്റ്റനായെന്ന് എനിക്കറിയോ? ഇനി എന്റെ തൊപ്പി തെറിക്കും. തൽക്കാലം നമുക്ക് തൊപ്പിയില്ല, എന്നാലും തെറിക്കും. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താ നടന്നെന്ന് നമുക്ക് രണ്ടുപേർക്കും പോയി ഹൈ കമാൻഡിംഗ് ഓഫീസറോട് തുറന്നു പറയാം. എന്താ അടിയെ പറയുന്നത്? ഐ മീൻ ക്യാപ്റ്റൻ ഇബോ എന്താ പറയുന്നത്? നമ്മൾക്ക് ഇനിയും ടൈം ഉണ്ട്. അതാരാണെങ്കിലും നമുക്ക് അയാളെ അടിച്ച് പുറത്താക്കാം. അപ്പൊ വക്കാൻഡക്കാർക്ക് നമ്മളോടുള്ള റെസ്പെക്ട് കൂടെ ഉള്ളൂ. പെട്ടെന്ന് വാ ക്യാപ്റ്റൻ ഇബോ, നിങ്ങൾക്ക് പേരുണ്ടാക്കിയെടുക്കാനുള്ള ഒരു അവസരമാണിത്. മാത്രമല്ല ഈ ഓഫീസിലെ ഓരോ വഴികളും നിങ്ങൾക്കറിയാം. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ അതാരായാലും അവളെ തോൽപ്പിക്കാൻ പറ്റും. എനിക്ക് എന്തായാലും തോന്നുന്നത് ഞാൻ ആ പ്രതിമ കട്ടുകൊണ്ടുവരുന്നതിന്റെ ഇടയ്ക്ക് അവൾ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും വൈബ്രേനിയം മോഷ്ടിക്കാൻ തന്നെയാവും അവൾ ഇവിടെ വന്നിരിക്കുന്നത്. വൈബ്രേനിയം സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് അവൾ ഒരു കാരണവശാലും എത്താൻ പാടില്ല. പക്ഷെ പാഷ അതത്ര എളുപ്പമല്ല. അവളൊരു സാധാരണക്കാരിയല്ല. നമ്മളുടെ ഏജൻസിനെയൊക്കെ അവൾ അടിച്ച് തൂഫാനാക്കുവാണ്. ഒരു സാധാരണ പെണ്ണിനെ കൊണ്ട് എങ്ങനെ ഇത് സാധിക്കും? ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ ആ ഗ്രാമത്തിനെ കാത്തു സൂക്ഷിക്കുന്ന എന്തോ ഒരു അജ്ഞാത ശക്തി ഉണ്ടെന്ന്. ക്യാപ്റ്റൻ ഇബോ, നമ്മൾക്ക് അവളെ ഒറ്റയ്ക്ക് തടയണമെങ്കിൽ ഒരു വഴിയുണ്ട്. അവൾ പോവാത്ത സ്ഥലത്ത് അലാറം മുഴക്കുവാണെങ്കിൽ എല്ലാവരും കൂടി അവളെ പിടിക്കാൻ അങ്ങോട്ട് വന്നോളും. ആ സമയത്ത് നമ്മൾക്ക് അവൾ ഒറ്റയ്ക്ക് കിട്ടണം. നമ്മൾ അവളെ തടഞ്ഞ് വക്കാൻഡയിൽ നിന്ന് പുറത്താക്കും. അപ്പൊ പിന്നെ നമ്മളുടെ പേരിൽ ഒരു കുറ്റവും വരില്ല. ഇനി അവൾ ആരായാലും അവളെ ജീവനോട് പിടിച്ച് കൊടുത്താൽ പോലും നമ്മുടെ പേര് കൂടെ ഉള്ളൂ. ഇത് കേട്ടപ്പോ ക്യാപ്റ്റൻ ഇബോയ്ക്ക് ഒരു വിശ്വാസം വന്നു. അയാൾ പാഷ പറഞ്ഞതുപോലെ ഏജന്റ്മാരെ വഴി തെറ്റിക്കാൻ വേണ്ടി വേറെ വേറെ റൂമുകളിലായിട്ട് കുറെ അലാറം മുഴക്കുവാണ്. വിചാരിച്ച പോലെ തന്നെ കുറെ ഏജന്റ്സ് നേരെ അങ്ങോട്ട് ഓടിപ്പോയി. ഈ സമയത്ത് ഏജന്റ് പാഷ ഉള്ളിലേക്ക് കടന്ന മോഷ്ടാവ് പോകാൻ ചാൻസ് ഉള്ള സ്ഥലത്തേക്ക് ഓടുവാണ്. അവൻ വിചാരിച്ച പോലെ തന്നെ ആൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഏജന്റ് പാഷ ഓടിച്ചെന്ന് ആ രൂപത്തെ തടയാൻ ശ്രമിച്ചു. പക്ഷെ ഒറ്റ അടി കൊണ്ട് പാഷ ദൂരേക്ക് മാറിപ്പോവാണ്. ആ മാസ്ക് ഊരിയപ്പോഴാണ് അതിന്റെ ഉള്ളിൽ ശരിക്കും ആരായിരുന്നെന്ന് ഏജന്റ് പാഷ മനസ്സിലാക്കുന്നത്. അയാൾക്ക് വളരെ പരിചയമുള്ള
ഒരു മുഖമായിരുന്നു അത്. അവളുടെ പേര് ജൊറാനി എന്നായിരുന്നു. ഇപ്പൊ നമ്മൾ കുറച്ച് ഫ്ലാഷ് ബാക്ക് ആണ് കാണുന്നത്. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ചൈനീസ് ടെമ്പിൾ ആണ് കാണിക്കുന്നത്. അവിടെ മഞ്ഞുമലയുടെ അടിയിൽ ഏജന്റ് പാഷ വീണ് കിടക്കുമായിരുന്നു. അയാൾ മരിച്ചു പോകാതെ രക്ഷപ്പെടുത്തിയത് ഈ കാണുന്ന ജൊറാനിയാണ്. വൈബ്രേനിയം തേടി വന്നതിന്റെ ഇടയ്ക്കായിരിക്കും ഏജന്റ് പാഷ ഇങ്ങനെ പരിക്കേറ്റ് കിടന്നത്. ജൊറാനി പാഷയെ മലയുടെ ഏറ്റവും മുകളിലുള്ള അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അയാൾക്ക് ഭക്ഷണവും ആവശ്യത്തിന് മരുന്നും എല്ലാം കൊടുക്കുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ഏജന്റ് പാഷയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു. ജൊറാനിയും അവിടുത്തെ ആളുകളും ഏറ്റവും വിശ്വസിക്കുന്ന ഡ്രാഗൺ ദൈവത്തിന്റെ അമ്പലത്തിലേക്കും അവൾ പാഷയെ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്താണ് ആ ഡ്രാഗൺ സ്റ്റാച്ചുവിന്റെ വായിലിരിക്കുന്ന നാക്കാണ് വൈബ്രേനിയം കൊണ്ട് ഉണ്ടാക്കിയതെന്ന് പാഷ മനസ്സിലാക്കുന്നത്. അന്ന് തന്നെ പാഷ ഒരു കാര്യം തീരുമാനിച്ചു. താൻ തേടി വന്ന സാധനം എവിടെയാണുള്ളത്, എത്ര കാലം എടുത്തിട്ടായാലും ഇവരുടെ വിശ്വാസം പിടിച്ചുപറ്റി ഇവിടെ തന്നെ താമസിച്ച് ഈ വൈബ്രേനിയം തിരിച്ചു കൊണ്ടുപോകണമെന്ന്. അങ്ങനെ പാഷ അവിടെ കുറെ നാൾ താമസിക്കാൻ തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് ജൊറാനിയും പാഷയും തമ്മിൽ ഇഷ്ടത്തിലാവുന്നുണ്ട്. ഇത് പാഷയുടെ പ്ലാൻ ആയിരുന്നോ അല്ലെങ്കിൽ ശരിക്കും ഇഷ്ടം തോന്നിയതാണെന്നൊന്നും നമ്മൾക്കിപ്പോ അറിയില്ല. വൈബ്രേനിയം തിരിച്ചെടുക്കാൻ വാർഡോഗുകൾ ഏതറ്റം വരെയും പോകും. അങ്ങനെ കുറച്ചു നാൾ അവിടെ താമസിച്ചു കഴിഞ്ഞ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സന്ദർഭം ഒത്തുവന്നപ്പോ പാഷ ജൊറാനി കാണാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ വൈബ്രേനിയം മോഷ്ടിക്കുവാണ്. അല്ലെങ്കിൽ വൈബ്രേനിയം നാക്കുള്ള ആ ഡ്രാഗന്റെ പ്രതിമ മോഷ്ടിക്കുവാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജൊറാനി കാണുന്നുണ്ടായിരുന്നു. അവൾ ഉറങ്ങുന്ന പോലെ ആക്ട് ചെയ്യുന്നതായിരുന്നു. അന്ന് ഏജന്റ് പാഷ ഡ്രാഗൺ സ്റ്റാച്ചു എടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അവന്റെ പിന്നാലെ അവൻ കാണാതെ ജൊറാനിയും കൂടെ ഉണ്ടായിരുന്നു. അവളും ആ പ്ലെയിനിൽ തന്നെ കയറിപ്പറ്റി. എന്തായാലും സാധാരണ ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ജൊറാനി പറയാൻ തുടങ്ങി, നിങ്ങൾ ആദ്യം കണ്ടപ്പോ എനിക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നി. നിങ്ങളുടെ പെരുമാറ്റത്തിലും ചില പ്രശ്നങ്ങൾ എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ നിങ്ങളെ എന്റെ വീട്ടിൽ താമസിപ്പിച്ചു. നിങ്ങൾക്ക് ഭക്ഷണവും മരുന്നും എല്ലാം ഞാൻ തന്നു. പക്ഷെ ആദ്യം എനിക്ക് തോന്നിയ സംശയം ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തത്. ജൊറാനി, നീ എന്നെ ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വരാൻ ഒരിക്കലും പാടില്ലായിരുന്നു. എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്നത് നന്നായി. ഈ രാജ്യം ഏതാണെങ്കിലും ഇതുപോലെയൊന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അമേസിംഗ്. അപ്പൊ നിനക്ക് ഞാൻ ആരാണെന്ന് സംശയം ഉണ്ടായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചത് നീ എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടതാണെന്ന്. ഞാൻ നിങ്ങൾ ശരിക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങുമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും താൻ തന്റെ തനി നിറം പുറത്തെടുത്തു. തന്നെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റാൻ പോലും പാടില്ലായിരുന്നു. നീ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വന്നത്? താൻ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് ഒരു സാധനം മോഷ്ടിച്ചില്ലേ? ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട ഡ്രാഗൺ സ്റ്റാച്യു. അത് തിരിച്ചു കൊണ്ടല്ലാതെ ഞാൻ അവിടുന്ന് പോവില്ല. എന്നൊരു കാര്യം ഞാൻ പറയാം, അത് മോഷ്ടിച്ചത് ഞാനല്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളാണ് അത് മോഷ്ടിച്ചത്. ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നൊന്നും മോഷ്ടിച്ചിട്ടില്ല. താൻ എന്തൊക്കെയാ പറയുന്നത്? തന്നെ മഞ്ഞിൽ നിന്നെടുത്ത് വീട്ടിൽ കയറ്റിയത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഞാനൊരു മിഷനിലായിരുന്നു ജൊറാനി. ഇപ്പൊ ഞാനൊരു മിഷനില്ല. എന്റെ ഡ്രാഗൺ സ്റ്റാച്യു എനിക്ക് വേണം. ജൊറാനി, ഇവിടുത്തെ ആളുകൾ നിന്നെ ജീവനോട് പുറത്തു പോകാൻ സമ്മതിക്കില്ല. അത് മാത്രമല്ല, വൈബ്രേനിയം വെച്ചിരിക്കുന്ന ഓറഞ്ച് സെക്ടറിൽ ഇപ്പൊ തന്നെ എല്ലാ സെക്യൂരിറ്റീസും എത്തിയിട്ടുണ്ടാവും. ഓ പാഷ, നീ അറിയാതെ തന്നെ നിന്റെ വായിന്ന് ഡ്രാഗൺ സ്റ്റാച്യു എവിടെയാണെന്ന് പുറത്തു വീണല്ലോ. ഓറഞ്ച് സെക്ടർ. അത് മിക്കവാറും ഈ ഓറഞ്ച് ട്രെയിൻ പോകുന്ന ഭാഗത്തായിരിക്കും അല്ലേ? എന്നാൽ ഞാനും അങ്ങോട്ട് പോവാ. അങ്ങനെ പറഞ്ഞ് ജൊറാനി നേരെ താഴെ പോകുന്ന ട്രെയിനിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടം. അപ്പോഴാണ് പാഷയ്ക്ക് ജൊറാനിക്ക് ഐഡിയ പറഞ്ഞു കൊടുത്തതിൽ വിഷമം തോന്നിയത്. ഈ ട്രെയിൻ നമ്മൾ ബ്ലാക്ക് പാന്തർ മൂവിയിലും കണ്ടിട്ടുണ്ട്. അന്നത്തെ പോലെയുള്ള അധികമായിട്ടുള്ള സുരക്ഷയൊന്നും ഈ പഴയ കാലഘട്ടത്തിൽ ഈ ട്രെയിനുകൾക്കില്ല. വൈബ്രേനിയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനാണ് ഹൈ സ്പീഡ് ആയിട്ടുള്ള ഈ ട്രെയിനുകൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ അടുത്ത് നിന്ന് നിൽക്കുമ്പോൾ ബ്ലാക്ക് പാന്തറിന്റെ വൈബ്രേനിയം സ്യൂട്ട് ഭയങ്കരമായിട്ട് വീക്ക് ആവുന്നതും നശിച്ചു പോകുന്നതും ഒക്കെ നമ്മൾ ബ്ലാക്ക് പാന്തർ മൂവിയിൽ കണ്ടിട്ടുണ്ട്. ജൊറാനി ഓറഞ്ച് സെക്ടറിലേക്ക് പോകാൻ വേണ്ടി ആ ട്രെയിനിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ജൊറാനി ഒരു സാധാരണക്കാരി അല്ലെന്ന് ഇതിനോടകം തന്നെ പാഷയ്ക്ക് മനസ്സിലായി. അവന് നേരെ ആ ട്രെയിനിന്റെ മുകളിലേക്ക് എടുത്ത് ചാടുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്ന ട്രെയിനുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചാടി ചാടി കളിക്കുവാണ്. പാഷയ്ക്ക് അവളെ പിടിക്കാൻ പറ്റുന്നില്ല. ജൊറാനി, എനിക്ക് നിന്നോട് ഫൈറ്റ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമില്ല. പക്ഷെ മിഷൻ കംസ് ഫസ്റ്റ്. എനിക്ക് എന്റെ മിഷനാണ് ഏറ്റവും വലുത്. അങ്ങനെ പറഞ്ഞ് പാഷ അവളുടെ നേരെ ചാടുവാണ്. പക്ഷെ അയാൾക്ക് കൈ തെറ്റി ആ ട്രെയിനിൽ തൂങ്ങിക്കിടക്കുന്നു. ജൊറാനി വന്ന് അയാളുടെ കൈ ചവിട്ടാൻ പോയി. ജൊറാനി, പ്ലീസ്, നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത്? താൻ പറഞ്ഞതുപോലെ മിഷൻ കംസ് ഫസ്റ്റ്. എനിക്കും എന്റെ മിഷനാണ് വലുത്. എനിക്ക് എന്റെ ഡ്രാഗൺ സ്റ്റാച്യു വേണം. അങ്ങനെ പറഞ്ഞ് ജൊറാനി പാഷയുടെ കൈ ചവിട്ടി അയാളെ താഴേക്കിടുവാണ്. വലിയ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പാഷ രക്ഷപ്പെട്ടു. അങ്ങനെ ജൊറാനി ആ ട്രെയിനിൽ കയറി ഓറഞ്ച് സെക്ടറിലേക്ക് എത്തി. അവിടെ ഒരു വാതില് വളരെ സേഫ് ആയിട്ട് അടച്ചു വെച്ചിരിക്കുന്നത് ജൊറാനി കാണുവാണ്. അവൾ അവളുടെ വെറും കൈ ഉപയോഗിച്ച് ആ വാതിൽ അടിച്ചു പൊളിച്ച് ഉള്ളിലേക്ക് കടക്കുവാണ്. ആരാണ് ശരിക്കും ജൊറാനി? എങ്ങനെയാണ് അവൾ ഇത്ര പവർഫുൾ ആയത്? അതിന്റെ ഉത്തരം അധികം വൈകാതെ തന്നെ നമ്മൾക്ക് മനസ്സിലാവും. ഈ സമയത്ത് പാഷ ഒരു വിധത്തിൽ അങ്ങോട്ടേക്ക് ഓടി കതച്ചെത്തുവാണ്. ജൊറാനി, നീ അത് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. പ്ലീസ്. ഓരോരോ രാജ്യങ്ങളിൽ പോയി അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളായിരിക്കുമല്ലോ ഇതൊക്കെ. ഇതാണ് നിങ്ങളുടെ ജോലി. അപ്പൊ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ ഇതിനു വേണ്ടിയുള്ള ഒരു നാടകം മാത്രമായിരുന്നല്ലേ? അങ്ങനെയല്ല ജൊറാനി, സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും വലുത് എന്റെ രാജ്യമാണ്. അതിനു മുന്നിൽ വേറെ ഒന്നുമില്ല. ജൊറാനി, ഞാൻ പറയുന്ന മനസ്സിലാക്ക്. നിന്റെ ഡ്രാഗൺ സ്റ്റാച്യൂവിൽ ഇരിക്കുന്ന നാക്ക് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വിലപ്പെട്ട ഒരു വസ്തു കൊണ്ടാണ്, ഞങ്ങളുടെ വൈബ്രേനിയം. ആ വൈബ്രേനിയം ഇവിടുന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയതാ. ഞങ്ങൾക്കത് തിരിച്ചു വേണം. ശരി, പക്ഷെ കഴിഞ്ഞ 1000 വർഷങ്ങളായിട്ട് ഞങ്ങളും ഈ സ്റ്റാച്യു ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനൊരു വാല്യൂ ഇല്ലേ? ഞങ്ങൾക്കും ഈ സ്റ്റാച്യു ഇമ്പോർട്ടന്റ് ആണ്. നോ ജൊറാനി, നിനക്ക് തരാൻ എനിക്ക് പറ്റില്ല. പാഷ, എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. നിന്നെ ഉപദ്രവിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ ഇനി അതെന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ പാഷ ജൊറാനിയുടെ മുന്നിൽ നിന്ന് മാറുന്നില്ല. ജൊറാനി അവളുടെ ശരിക്കുള്ള പവറുകൾ പുറത്തെടുക്കാൻ തുടങ്ങി. അവളുടെ ഒറ്റയിടിക്ക് ഇത്രയും വലിയ പാഷ തെറിച്ചു പോവുകയാണ്. അവളുടെ കഴിവുകൾ കണ്ട് പാഷ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇവർ ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് എപ്പിസോഡ് 1 നമ്മൾ കണ്ട ലയണിന്റെ മുഖംമൂടിയും കാണാൻ പറ്റുന്നുണ്ട്. അത് നോനി തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പാഷ ഭയങ്കരമായിട്ട് ലൈറ്റ് പുറപ്പെടുവിക്കുന്ന
പറയുന്ന ഒരു ഡിവൈസ് എടുത്ത് ജൊറാനിയുടെ കണ്ണിലേക്ക് അടിക്കുവാണ്. പക്ഷെ ജൊറാനി തിരിച്ചടിച്ച് ആ ഡിവൈസ് പൊട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. പാഷ ഓരോ ആയുധങ്ങൾ എടുക്കുമ്പോഴും ജൊറാനിക്ക് അതൊന്നും കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ലാസ്റ്റ് പാഷ ഒരു ഹൈടെക് ഡിവൈസ് അങ്ങോട്ട് എടുക്കുവാണ്. എന്നിട്ട് അത് ഷൂട്ട് ചെയ്ത് ജൊറാനിയുടെ കൈയും കാലും ഒക്കെ വൈബ്രേനിയത്തിന്റെ വിലങ്ങുകൾ വെച്ച് ഭിത്തിയിൽ ഒട്ടിപ്പിടിപ്പിക്കുവാണ്. കുറച്ച് സമയത്തേക്ക് ജൊറാനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ജൊറാനി, അവസാനം ഞാൻ നിന്നെ തോൽപ്പിച്ചു. എന്നാലും എനിക്കൊരു സംശയമുണ്ട്, നീ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ വെറും ജൊറാനി അല്ല പാഷ, ഐ ആം ദ ഗാർഡിയൻ ഓഫ് ദി മൗണ്ടൻസ്. ആ മലയുടെയും ഞങ്ങളുടെ ദൈവത്തിന്റെയും കാവൽക്കാരിയാണ് ഞാൻ. ഐ ആം ദി അയൺ ഫിസ്റ്റ്. അങ്ങനെ പറഞ്ഞ് ജൊറാനി ദേഷ്യം കൊണ്ട് കത്തി ജ്വലിക്കാൻ തുടങ്ങിയതും അവളുടെ രണ്ട് കൈകളും പ്രകാശിക്കാൻ തുടങ്ങി. എന്തോ ഒരു പ്രത്യേക പവർ ജൊറാനിക്കുണ്ട്. ആ പവർ വെച്ച് അവൾ വൈബ്രേനിയത്തിന്റെ ആ ലോക്കുകളെല്ലാം ഭിത്തിയിൽ നിന്ന് വിടിവിച്ച് നേരെ അടിയിലേക്ക് ചാടി വരുവാണ്. അങ്ങനെ ചാടി വന്ന് അവളുടെ കൈ കൊണ്ട് നിലത്തൊരൊറ്റ ഇടിയിടിച്ചതും എന്തോ ഒരു പവർ പുറത്തേക്ക് വന്ന് പാഷ അടക്കം ദൂരേക്ക് തെറിച്ചു. ഇപ്പൊ പലർക്കും സംശയം തോന്നും, എന്താണ് ജൊറാനി പറഞ്ഞ ഈ അയൺ ഫിസ്റ്റ്? അയൺ ഫിസ്റ്റ് എന്ന് പറയുന്ന കഥാപാത്രം മാർവലിൽ പണ്ട് മുതലേ ഉള്ളതാണ്. കുറെ പേര് കേട്ടിട്ടുണ്ടാവും. അയൺ ഫിസ്റ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് വരെ മാർവൽ ഇറക്കിയിട്ടുണ്ട്. ഷോലോ എന്ന് പറയുന്ന ഒരിക്കലും മരിക്കാത്ത ഒരു ഡ്രാഗണിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുമ്പോഴാണ് അയൺ ഫിസ്റ്റിന്റെ പവർ ഓരോരുത്തർക്കും കിട്ടുന്നത്. ഡ്രാഗണിന്റെ ചി അല്ലെങ്കിൽ ലൈഫ് എനർജിയാണ് ആ ഡ്രാഗണിനെ തോൽപ്പിക്കുമ്പോൾ ഈ അയൺ ഫിസ്റ്റ് ആവുന്ന ആൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ജൊറാനിക്ക് ഇത്രയും പവർ ഉള്ളത്. എന്തെങ്കിലും ടൈം കിട്ടുവാണെങ്കിൽ മാത്രം അയൺ ഫിസ്റ്റ് എന്ന് പറയുന്ന സീരീസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരം മാർഷൽ ആർട്സും, കുംഫു ആയിക്കോട്ടെ, കരാട്ടെ ആയിക്കോട്ടെ, അതൊക്കെ അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള ഡ്രാഗണിന്റെ ശക്തി തന്റെ ശരീരത്തിലേക്കും മെയിൻ ആയിട്ട് കൈകളിലേക്കും ആവാഹിക്കാൻ കഴിവുള്ള ഒരു അടിപൊളി സൂപ്പർ ഹീറോയാണ് അയൺ ഫിസ്റ്റ്. ജൊറാനി അങ്ങനെ ആ ലോക്കറിന്റെ ഉള്ളിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ളവർക്ക് തോൽപ്പിക്കാൻ പറ്റുന്നതിനേക്കാളും ഒരുപാട് പവർ ഉള്ളവളാണ് മുന്നിൽ നിൽക്കുന്ന ജൊറാനി എന്ന് പാഷയ്ക്ക് മനസ്സിലായി. അവൻ ഒരു വട്ടം കൂടി അത് എടുക്കരുതെന്ന് ജൊറാനിയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ക്യാപ്റ്റൻ ഇബോ അങ്ങോട്ട് ഓടി വരുന്നത്. ഒരു കുന്തമൊക്കെ പിടിച്ചിട്ടാണ് അയാൾ വന്നുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ ഇബോ, പ്ലീസ് ആ കുന്തം ഒന്നും പിടിച്ചോണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. എന്താ പാഷ പറയുന്നത്? നിന്റെ ശ്രദ്ധ കുറവ് കാരണമാണ് ഇവള് ഇവിടെ കയറി പറ്റിയത്. എന്നിട്ട് അതിന്റെ കുറ്റമല്ല എനിക്കും. ഇത് ഞാൻ സമ്മതിച്ചതേയില്ല. അതല്ല ക്യാപ്റ്റൻ ഇബോ, ഇവള് നമ്മൾ വിചാരിച്ചേക്കാളും ഭയങ്കര പവർഫുള്ളാ. നമ്മൾക്കാർക്കും ഇവളെ തോൽപ്പിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇവള് പറയുന്ന കാര്യത്തിലും കുറച്ച് ന്യായമൊക്കെ ഉണ്ട്. ആ സ്റ്റാച്യു ഇവർ ആരാധിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. സത്യം പറഞ്ഞാൽ വക്കാൻഡിൽ നിന്ന് വൈബ്രേനിയം മോഷ്ടിച്ചതുപോലെയല്ലേ ഞാൻ ആ സ്റ്റാച്യു മോഷ്ടിച്ചതും. നോ പാഷ, എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ശരി വൈബ്രേനിയം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവരെന്തോ ഒരു സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുന്നത്. അത് ജൊറാനിയായിരുന്നു. അവളുടെ അയൺ ഫിസ്റ്റ് കൈകളുടെ പവർ ഉപയോഗിച്ച് ആ ഡ്രാഗൺ സ്റ്റാച്യുവിന്റെ വായിൽ നിന്ന് വൈബ്രേനിയത്തിന്റെ നാക്ക് അവൾ ഇളക്കി പറിച്ചെടുക്കുവാണ്. ഈ ഒരു കാര്യത്തിനെ പറ്റി വേറെ ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. നാക്ക് മാത്രമേ വൈബ്രേനിയത്തിന്റെ ഉള്ളൂ. അപ്പൊ അത് ഒടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഡ്രാഗൺ സ്റ്റാച്യുവിൽ വൈബ്രേനിയം ഇല്ല. അപ്പൊ പ്രശ്നമെല്ലാം സോൾവ് ആയില്ലേ? ജൊറാനി ആ വൈബ്രേനിയത്തിന്റെ ടങ് പാഷയ്ക്ക് എറിഞ്ഞു കൊടുക്കുവാണ്. പാഷ, നീ ഈ കാര്യം എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചേന്. അടിപൊളി. അപ്പൊ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കാര്യം. ഇതിനാണ് നമ്മൾ ഇത്രയും ഫൈറ്റ് ഒക്കെ ചെയ്തത്. ആ സമയത്ത് പാഷയ്ക്ക് അവൻ ചെയ്ത തെറ്റ് റിയലൈസ് ചെയ്യാൻ പറ്റുവാണ്. അവൻ അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയുന്ന ചൈനീസ് ഭാഷയിൽ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഐ എം സോറി ജൊറാനി, ഞാൻ നിന്നോട് ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ വാർഡോഗ്സിന് ഇതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നീ എന്നെ ശരിക്കും സ്നേഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നീ എന്നോട് ചെയ്ത കാര്യത്തിനൊക്കെ ഒരു നന്ദികേടാണ് ഞാൻ കാട്ടിയത്. ഐ എം സോറി. ആ ഒരു സോറി കേട്ട് കഴിഞ്ഞപ്പോ ജൊറാനിക്ക് അവനോടുള്ള ദേഷ്യമൊക്കെ മാറി. പെട്ടെന്നാണ് ഹൈ കമാൻഡിംഗ് ഓഫീസർ അങ്ങോട്ട് കയറി വരുന്നത്. അയാൾ കാണാതിരിക്കാൻ പാഷ പെട്ടെന്ന് ജൊറാനിയെ അപ്പുറത്തുള്ള സേഫ് റൂമിലാക്കി വാതിലടയ്ക്കുവാണ്. എന്നിട്ട് ക്യാപ്റ്റൻ ഇബോയോട് മര്യാദയ്ക്ക് ഞാൻ പറയുന്ന പോലെ ആക്ട് ചെയ്ത ആർക്കും ഒരു കുഴപ്പമില്ലാതെ ഇപ്പൊ രക്ഷപ്പെടാമെന്ന് പറയുന്നു. ഏജന്റ് പാഷ ആൻഡ് ക്യാപ്റ്റൻ ഇബോ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ആരെവിടേക്ക് അതിക്രമിച്ച് കയറിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതുവരെ അയാളെ പിടിക്കാനും പറ്റിയിട്ടില്ല. അയ്യോ സാർ, ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാ. എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. ഇത് ക്യാപ്റ്റൻ ഇബോയുടെ ഐഡിയ ആയിരുന്നു. ഇവിടുത്തെ ഏജന്റ്സ് ഒക്കെ ശരിക്കും പണിയെടുക്കുന്നുണ്ടോ, അവരൊക്കെ ശരിക്കും ട്രെയിൻഡ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ക്യാപ്റ്റൻ ഇബോ നടത്തിയ ഒരു നാടകമായിരുന്നു ഇത്. ഒരു മാസ്ക് ഇടിപ്പിച്ച് നമ്മുടെ ഏജൻസി തന്നെ ഒരാളെയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കിയത്. അയാളാണ് എല്ലാവരും ഇടിച്ചത്. എന്തായാലും ഇതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, നമ്മളുടെ ഏജൻസിയിൽ പലരും ശരിക്കും ട്രെയിനിങ് ചെയ്യാത്തവരാ. ശരിയല്ലേ ക്യാപ്റ്റൻ ഇബോ? എന്തായാലും നിങ്ങളുടെ ഐഡിയ കൊള്ളാം. അതെ യെസ് സർ. ഏജന്റ് പാഷ പറഞ്ഞു ശരിയാ, ഇതൊക്കെ എന്റെ ഐഡിയ ആയിരുന്നു. നേരത്തെ അലാറം മുഴക്കിയതും ഞാൻ തന്നെയാ. ഇവിടുത്തെ ഏജൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഇടയ്ക്കെങ്കിലും ഇങ്ങനെ പരിശോധിക്കണ്ടേ? ക്യാപ്റ്റൻ ഇബോ, അപ്പോ ഇതൊക്കെ നിങ്ങളുടെ ഐഡിയ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ എവിടെ നിർത്തി സമയങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെ കുറച്ചും കൂടി നല്ലൊരു സ്ഥാനത്തേക്ക് ഞാൻ ഉയർത്താൻ പോവുകയാണ്. എന്തായാലും ക്യാപ്റ്റൻ ഇബോയ്ക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി. അയാൾ ആഗ്രഹിച്ചിരുന്നതും ഒരു പ്രൊമോഷനാണ്. ഇപ്പൊ ജൊറാനി ഇവിടെ വന്നതുകൊണ്ട് അങ്ങേർക്കൊരു പ്രൊമോഷനും കിട്ടി. അങ്ങനെ നൈസായിട്ട് രണ്ടുപേരും കൂടി ഹൈ കമാൻഡിംഗ് ഓഫീസറെ പെറ്റിക്കുവാണ്. പുറത്തിറങ്ങിയ ഉടനെ ജൊറാനി പിന്നെയും ദേഷ്യപ്പെടുവാണ്. അവൾ വിചാരിച്ചു അവളെ പിന്നെയും പെറ്റിച്ച് അവിടെ അടച്ചിട്ടതാണെന്ന്. എന്തായാലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവസാനിച്ചതുകൊണ്ട് ക്യാപ്റ്റൻ ഇബോ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു വഴി പറഞ്ഞു കൊടുക്കുവാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വക്കാൻഡയിൽ നിന്ന് ആരും കാണാതെ രക്ഷപ്പെടാൻ വേണ്ടി അവിടെയുള്ളവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സീക്രട്ട് ടണൽ ഉണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ പോയാൽ അവിടെ പുറത്തേക്ക് പോകാനായിട്ട് ആവശ്യത്തിന് വിമാനങ്ങളുണ്ട്. അങ്ങനെ രക്ഷപ്പെടാനുള്ള വഴി കിട്ടിയപ്പോൾ ജൊറാനിയും ഏജന്റ് പാഷയും ക്യാപ്റ്റൻ ഇബോയും കൂടി നേരെ ആ ടണലിന്റെ ഉള്ളിലേക്ക് കടക്കുവാണ്. എന്തായാലും അവർ രക്ഷപ്പെട്ടു കാണും. ഇങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ എപ്പിസോഡിൽ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും നടന്നില്ല, ജസ്റ്റ് കണ്ടിരിക്കാം അത്രേ ഉള്ളൂ. പക്ഷെ അടുത്ത എപ്പിസോഡ് അങ്ങനെയല്ല, അത് കുറച്ച് ഇമ്പോർട്ടന്റ്. അപ്പൊ സമയം കളയാതെ നമ്മൾക്ക് എപ്പിസോഡ് 4ലേക്ക് കടക്കാം. ഈ കഥ നടക്കുന്നത്
1996-ലാണ്. അതായത് എപ്പിസോഡ് 3 കഴിഞ്ഞ് ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷം എത്യോപ്യയും ഇറ്റലിയും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്കാണ് വാർഡോഗ് ആയിട്ടുള്ള ഏജന്റ് കൂടയും അയാളുടെ കൂടെ വക്കാൻഡയിലെ രാജകുമാരനായിട്ടുള്ള പ്രിൻസ് ടഫാരിയും കൂടി നഷ്ടപ്പെട്ടു പോയ വൈബ്രേനിയം തേടി എത്തിയിരിക്കുന്നത്. ഇത്രയും മനോഹരമായ എത്യോപ്യ ഒരു യുദ്ധം കാരണം തകർന്നടിയുന്നത് കണ്ട് പ്രിൻസ് ടഫാരിക്ക് ശരിക്കും വിഷമമാവുന്നുണ്ട്. പക്ഷെ വക്കാൻഡക്കാരായതുകൊണ്ട് തന്നെ വൈബ്രേനിയം എടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ജോലി, അല്ലാതെ വേറെ ഒരു കാര്യത്തിലും അവർ തലയിടാൻ പാടില്ല. ഏജന്റ് കൂടെ പറയാൻ തുടങ്ങി, പ്രിൻസ് ടഫാരി, ഒരുപാട് കാലം എനിക്ക് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുക, നമ്മളുടെ വക്കാൻഡയ്ക്ക് പുറത്ത് എല്ലാവരും ഇതുപോലെ യുദ്ധങ്ങൾ ചെയ്താണ് ഈ ലോകം നശിപ്പിക്കുന്നത്. പുറത്തുള്ള ഭൂരിഭാഗം പേരും ക്രൂരന്മാരാണ്. അതുകൊണ്ടാണ് വക്കാൻഡ ഒരിക്കലും ഇതിന്റെ ഒന്നും ഭാഗമാവാത്തത്. വക്കാൻഡ രഹസ്യമായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും നമ്മൾ തേടി വന്ന വൈബ്രേനിയം എടുത്തിട്ട് മാത്രമേ നമ്മൾ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. അതിന് നമ്മൾ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി. അങ്ങനെ പറഞ്ഞ് പ്രിൻസ് ടഫാരി നേരെ താഴേക്ക് ചാടിയതും അവിടെ തലയും കുത്തി വീഴുവാണ്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ടഫാരി വീണ്ടും ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കാൻ തുടങ്ങി. പ്രിൻസ് ടഫാരി, നമുക്ക് സമയം കളയാനില്ല. ഇവിടെ യുദ്ധമായതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവും. അതിനു മുമ്പ് ഇവിടുത്തെ പ്രത്യേക സ്റ്റോറേജ് ഹൗസിൽ വെച്ചിരിക്കുന്ന നമ്മളുടെ വൈബ്രേനിയം നമുക്ക് ഉടനെ എടുക്കണം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ വേറെ ഫൈറ്റിനൊന്നും പോകാനും പാടില്ല. ഓക്കെ കൂടാ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ. പ്രിൻസ് ടഫാരി, നിങ്ങളെ അച്ഛനും അമ്മയും എന്റെ കൂടെ വിട്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടു പഠിക്കാൻ വേണ്ടി മാത്രമാ, അല്ലാതെ വേറെ ഒരു കാര്യവും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്ന് എനിക്ക് അവർ ഓർഡർ തന്നിട്ടുണ്ട്. നിങ്ങളുടെ സുരക്ഷയാണ് എനിക്ക് ഏറ്റവും വലുത്. പെട്ടെന്ന് അവർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണ്. പ്രിൻസ് ടഫാരിയെ കൊണ്ട് കൂടെ ചാടി മാറി. എന്താ ഏജന്റ് കൂടെ ഇത്ര പേടിത്തൊണ്ടനായി പോയത്? പ്രിൻസ് ടഫാരി, നമ്മളിപ്പോ മാറിയില്ലായിരുന്നെങ്കിൽ അവിടെ കിടന്ന് മരിച്ചേനെ. എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് ഈ മിഷൻ ഇവിടെ വെച്ച് ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ്. എന്താ കൂടെ പറയുന്നത്? ഇത് എന്റെ ഫസ്റ്റ് മിഷനാ. നിങ്ങൾ ഒരുപാട് മിഷൻ വന്നിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ഫസ്റ്റ് മിഷൻ മതിയാക്കി ഞാൻ തിരിച്ചു പോയാ ഞാൻ അവിടുത്തെ ഒരു രാജകുമാരനല്ലേ? എന്റെ വില പിന്നെ എന്തായിരിക്കും? പട്ടിവിലയായിരിക്കും, പട്ടിവില. എന്തായാലും ഞാൻ ഈ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ചു വരും. പ്രിൻസ് ടഫാരി, കാര്യങ്ങൾ അറിയാതെ സംസാരിക്കരുത്. നമ്മൾ അവരുടെ കണ്ണി പെട്ടുകഴിഞ്ഞു. ഒരു വാർഡോഗിനെ സംബന്ധിച്ച് മിഷൻ കംപ്ലീറ്റ് ആക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് രാജ്യത്തിന്റെ സുരക്ഷ. അതിന് പ്രശ്നമാവുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് തിരിച്ചെടുക്കാൻ നമ്മൾക്ക് ഇനിയും അവസരങ്ങൾ കിട്ടും. ഇപ്പൊ നമുക്ക് തിരിച്ചു പോവാം. പക്ഷേ ഏജന്റ് കൂടാ, നമ്മളിപ്പോ വൈബ്രേനിയം തിരിച്ചെടുത്തുകൊണ്ട് പോയാൽ നമ്മളുടെ രണ്ടുപേരുടെയും പേര് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കും. എനിക്കും കുറച്ച് പേരും പ്രശസ്തിയൊക്കെ വേണം കൂടാ. പ്ലീസ്, നമ്മളിവിടെ പേരിനും പ്രശസ്തിക്കും ചരിത്രത്തിൽ ഇടം പിടിക്കാനും അല്ല വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കുക പ്രിൻസ് ടഫാരി. ഇത് ഇഷ്ടപ്പെടാത്ത പ്രിൻസ് ടഫാരി ഏജന്റ് കൂടെ കാണാതെ നേരെ ഇറങ്ങി സേഫ് ഹൗസിലേക്ക് ഓടിക്കടക്കുകയാണ്. കൂടെ ടഫാരിയെ പലവട്ടം വിളിച്ച് തിരിച്ചു വരാൻ പറയുന്നുണ്ട്. പക്ഷെ റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. ജസ്റ്റ് 2 മിനിറ്റ് കഴിഞ്ഞ് വൈബ്രേനിയത്തിന്റെ ഒരു കോടാലി അല്ലെങ്കിൽ ആക്സ് എടുത്തുകൊണ്ട് പ്രിൻസ് ടഫാരി അങ്ങോട്ട് കയറി വരുവാണ്. അവന് ഭയങ്കര സന്തോഷമായി. എന്നാലും താൻ പറഞ്ഞത് കേൾക്കാതെ ഇത്രയും ഡേഞ്ചറായ സ്ഥലത്തേക്ക് ഇറങ്ങി ചെന്നതിന് ഏജന്റ് കൂടയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. കാരണം പ്രിൻസ് ടഫാരിക്ക് എന്തെങ്കിലും പറ്റിയാ ചിലപ്പോൾ ഏജന്റ് കൂടയുടെ തല പോകാനും ചാൻസ് ഉണ്ട്. എന്തിനാ ഏജന്റ് കൂടെ എന്നോട് ദേഷ്യപ്പെടുന്നത്? നോക്ക്, ഞാൻ എപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ്, ഒരു വാർഡോഗ് ആരുടെയും ഓർഡറുകൾ അനുസരിക്കാറില്ല. അവരവർക്ക് തോന്നിയ വഴി കൂടെ പോയി വൈബ്രേനിയം തിരിച്ചെടുത്തുകൊണ്ട് വരും. ഞാനും അതല്ലേ ചെയ്ത്. നിങ്ങൾക്കറിയില്ലേ ഏജന്റ് കൂടെ ഏറ്റവും പണ്ടുണ്ടായിരുന്ന വാർഡോഗ് ആയിട്ടുള്ള ഏജന്റ് നോനി, അവരല്ലേ പുറത്തു പോയിട്ട് ലയന്റെ കയ്യിൽ നിന്ന് വൈബ്രേനിയം തിരിച്ചെടുത്തുകൊണ്ട് വന്ന് അന്ന് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ് ഈ ആക്സ്. അതിന്ന് ഞാൻ തിരിച്ചു പിടിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രിൻസ് ടഫാരി ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വക്കാൻഡയിലേക്ക് തിരിച്ച് യാത്രയായി. പ്രിൻസ് ടഫാരി, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ ഒരു രാജകുമാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ചിലപ്പോൾ കുറ്റമൊക്കെ എനിക്കായിരിക്കും വരുന്നത്. എന്താ ഏജന്റ് കൂടെ പറയുന്നത്? നിങ്ങൾ തന്നെയാണോ ഇത്? എത്രയെത്ര വീരകഥകളാണ് ഞാൻ നിങ്ങളെ പറ്റി കേട്ടിരിക്കുന്നത്. നിങ്ങൾ എത്രയോ പേരെ തോൽപ്പിച്ചിട്ടുണ്ട്, എത്രയോ യുദ്ധങ്ങൾ ജയിച്ചിട്ടുണ്ട്, എത്ര വട്ടം ഇങ്ങനെ പുറത്തുപോയി മിഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ വക്കാൻഡയുടെ ഒരു ഹീറോയാ. നിങ്ങളുടെ കൂടെ ഒരു മിഷൻ വേണമെന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ നിങ്ങളിപ്പോ പഴയ പോലെയല്ല. എവിടെ പോയാ പഴയ വീറും വാശിയൊക്കെ? പ്രിൻസ് ടഫാരി, ഞാനിപ്പോ പഴയ പോലെയല്ല. എനിക്കൊരു ഫാമിലി ഉണ്ട്. അവരുടെ കാര്യം കൂടി എനിക്ക് നോക്കണ്ടേ? ഒരു പക്ഷെ ഒരു ദിവസം പ്രിൻസ് ടഫാരിക്കും ഇതൊക്കെ മനസ്സിലാവും. ഓ മൈ ഗോഡ്, നിങ്ങളെ പോലെയുള്ളവർ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാ എന്നെ പോലെ നല്ല വാർഡോഗ്സ് ഉണ്ടാവേണ്ടത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാനൊരു രാജകുമാരനാണെങ്കിലും എനിക്കൊരു ചേട്ടനുണ്ട്. രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്തായാലും എന്റെ ചേട്ടനായിരിക്കും. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എന്ത് വിലയുള്ളത്? അതുകൊണ്ട് ഒരു വാർഡോഗ് ആയിട്ടാണെങ്കിലും എന്റെ പേര് വക്കാൻഡയുടെ ചരിത്രത്തിൽ എനിക്ക് എഴുതി പിടിപ്പിക്കണം. എനിവേ, ഇന്ന് ഞാൻ ചെയ്ത സാഹസികമായിട്ടുള്ള കാര്യം കൊണ്ട് ഈ ആക്സ് നമ്മളുടെ കൈ കിട്ടി. അതുകൊണ്ട് എന്റെ പേര് ഓൾറെഡി വക്കാൻഡയിലെ ഹിസ്റ്ററി വന്നു കഴിഞ്ഞു. ഇനിയൊന്നും പേടിക്കാനില്ല. എനിക്കും ഒരു നല്ല വാർഡോഗ് ആവണം. പ്രിൻസ് ടഫാരി, ഒരു മിഷനാണ് പ്രധാനം, അല്ലാതെ അതിന്റെ പിന്നിലെ സ്റ്റോറി അല്ല. ഹിസ്റ്ററിയിൽ ഇടം പിടിക്കുന്നതിനേക്കാൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ കൃത്യമായി ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് വേണ്ടത്. ഓക്കെ, എന്നാൽ ഈ ആക്സിന് വേണ്ടിയാണ് വാർഡോഗ്സ് ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതങ്ങനെയല്ല. ഈ ആക്സ് വൈബ്രേനിയം കൊണ്ട് ഉണ്ടാക്കിയതാ. വക്കാൻഡയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ യുദ്ധങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഈ വൈബ്രേനിയം കൂടി അവരുടെ കൈ കിട്ടിയ എന്തൊക്കെ സംഭവിക്കാന്ന് പറയാനേ പറ്റില്ല. അങ്ങനെയൊക്കെ പറഞ്ഞവർ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് അവരുടെ നേരെ മുന്നിലായിട്ട് എന്തോ ഒന്ന് തെളിഞ്ഞു വരുന്നത്. അവർ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. പക്ഷെ അവർക്ക് മുന്നിൽ തെളിഞ്ഞു വന്ന രൂപത്തിന്റെ മേൽ ചെന്നിടിച്ച് പോയിക്കൊണ്ടിരുന്ന വാഹനം നേരെ മറിഞ്ഞു വീഴുവാണ്. പ്രിൻസ് ടഫാരി ബോധം കെട്ടു. ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയാൻ ഏജന്റ് കൂടെ പുറത്തേക്ക് ഇറങ്ങുവാണ്. അവിടെ വന്നു നിൽക്കുന്നത് ഒരു റോബോട്ടിക് രൂപമുള്ള വലിയൊരു മനുഷ്യനാണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജി ഒക്കെയുള്ള ഒരു പ്രത്യേക രൂപം. ഏജന്റ് കൂടെ അയാളുടെ കയ്യിലുള്ള വൈബ്രേനിയം ആയുധങ്ങളൊക്കെ പുറത്തെടുത്ത് നേരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുവാണ്. അവിടേക്ക് വന്ന ആ രൂപം ഇവർ വന്ന്
വന്നുകൊണ്ടിരുന്ന വാഹനം നേരെ കൈകൊണ്ട് പൊളിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ എടുക്കാൻ നോക്കുവാണ്. ഏജന്റ് കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നെങ്കിലും ആ രൂപത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. എന്തൊക്കെയോ പ്രത്യേകതരം ടെക്നോളജികളാണ് ആ രൂപത്തിന്റെ കയ്യിലുള്ളത്. ഇതിന്റെ ഇടയ്ക്ക് ബോധം തെളിഞ്ഞ പ്രിൻസ് ടഫാരിയും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പക്ഷെ കൂടെ കൊണ്ട് പറ്റാത്തത് പ്രിൻസ് ടഫാരിയെ കൊണ്ട് എങ്ങനെ സാധിക്കാനാ? എന്നാലും പ്രിൻസ് ടഫാരി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൻ പെട്ടെന്ന് അവരിപ്പൊ തന്നെ എടുത്തുകൊണ്ടുവന്ന വൈബ്രേനിയം മാക്സ് എടുത്ത് ആ രൂപത്തിന് നേരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുവാണ്. പ്രിൻസ് ടഫാരി ആ രൂപം കഴുത്തിന് കുത്തിപ്പിടിച്ച് പൊക്കി അവന്റെ കയ്യിലിരുന്ന വൈബ്രേനിയം മാക്സ് പിടിച്ചു വാങ്ങുവാണ്. ഇത് കണ്ട കൂടയ്ക്ക് വെറുതെ ഇരിക്കാൻ സാധിച്ചില്ല. അയാൾ പിന്നെയും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. ഇവരെ രണ്ടുപേരെ ഇടിച്ചു തെറിപ്പിക്കുന്ന ആ രൂപം വൈബ്രേനിയം മാക്സ് കൈക്കലാക്കാൻ വേണ്ടി വരുവാണ്. പക്ഷെ കൂടെയും ടഫാരിയും വിട്ടുകൊടുക്കുന്നില്ല. പണ്ട് അയൺമാനെ ക്യാപ്റ്റൻ അമേരിക്കയും ബക്കിയും കൂടി രണ്ട് സൈഡിൽ നിന്ന് ഇടിച്ച പോലെ ഇവർ രണ്ടുപേരും കൂടി ആ രൂപത്തെ ഇടിച്ച് പഞ്ഞിക്കിടന്ന് നോക്കുവാണ്. അങ്ങനെ ഒരു തരത്തില് അവർ രണ്ടുപേരും കൂടി ആ രൂപത്തെ ഇങ്ങനെ പിടിച്ചു വെച്ച് നിൽക്കുവാണ്. അവസാനം ഒരു വക്കാൻഡൻ ശബ്ദം കേട്ടപ്പോഴാണ് ഇവരൊക്കെ ഫൈറ്റ് നിർത്തുന്നത്. അതായത് ആ രൂപത്തിന്റെ ഉള്ളിലുള്ളത് ഒരു വക്കാൻഡക്കാരനാണ്, അല്ലാതെ പുറത്തുള്ള ആൾക്ക് വക്കാൻഡൻ ടെക്നോളജി അറിയാൻ സാധ്യതയില്ല. ആ രൂപം മാസ്ക് വരുമ്പോ അതിന്റെ ഉള്ളിൽ ഒരു ലേഡി ആയിരുന്നു. കൂടക്കും ടഫാരിക്കും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. അവർ രണ്ടുപേരും പിടി വിട്ട് കഴിഞ്ഞ ഉടനെ ആ ലേഡി അവരുടെ രണ്ടുപേരുടെയും തലയിൽ കൈവയ്ക്കുവാണ്. അവർക്ക് എന്തോ ഒരു വിഷൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആ ലേഡി അങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് അവര് പുതിയതോ സ്ഥലത്തെത്തിയതുപോലെ അവർക്ക് തോന്നി. എത്തി നിൽക്കുന്ന സ്ഥലം കാണാൻ വക്കാൻഡെ പോലെയൊക്കെ ഉണ്ട്, പക്ഷെ തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു വക്കാൻഡ. ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന അവരോട് ആ ലേഡി പറയാൻ തുടങ്ങി, ഇത് വക്കാൻഡയാണ്, ഇപ്പോഴത്തെ അല്ല, 500 വർഷങ്ങൾക്ക് ശേഷം ഫ്യൂച്ചറിലുള്ള വക്കാൻഡ. ഞാൻ ഫ്യൂച്ചറിൽ നിന്നാണ് വരുന്നത്. വക്കാൻഡയിലെ അവസാനത്തെ ബ്ലാക്ക് പാന്തറാണ് ഞാൻ. നിങ്ങൾക്കൊരു പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല, ഈ നശിച്ചു കിടക്കുന്ന സ്ഥലമാണ് ഭാവിയിലെ വക്കാൻഡ. 500 വർഷങ്ങൾ കഴിഞ്ഞ് മനോഹരമായ നമ്മളുടെ വക്കാൻഡ ഇങ്ങനെയായി മാറും. ഇതിനെല്ലാം കാരണം ദഹോർഡ് എന്ന് പറയുന്ന അതിശക്തരായിട്ടുള്ള ഏലിയൻ ജീവികളാണ്. ആ ഭീകര ജീവികൾ കുറച്ചു കാലങ്ങൾക്ക് മുന്നാണ് ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഭൂമിയിലെ മറ്റു രാജ്യങ്ങളെല്ലാവരും നശിപ്പിച്ചു. അത് കഴിഞ്ഞ അവസാനം അവർ വക്കാൻഡയിലേക്ക് എത്തി. വക്കാൻഡയിലെ എല്ലാ പടകളും കയ്യിലുള്ള എല്ലാ വൈബ്രേനിയും എടുത്ത് അവരെ നേരിടാൻ ശ്രമിച്ചു. പക്ഷെ ബ്ലാക്ക് പാന്തേഴ്സ് എല്ലാം ആ ജീവികളുടെ മുന്നിൽ തോറ്റുപോയി. അത്ര ശക്തരാണ് അവർ. വക്കാൻഡയിലെ നിയമം അനുസരിച്ച് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും പുലർത്തേണ്ടെന്നാണ്. അത് തന്നെയാണ് നമുക്ക് പ്രശ്നമായിട്ട് വന്നതും. ആ ജീവികളെ തടയാൻ വക്കാൻഡയ്ക്ക് പുറത്തുള്ള ലോകത്തുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. പക്ഷെ അവരെ കൊണ്ട് അതിന് സാധിച്ചില്ല. ഒരു പക്ഷെ വക്കാൻഡ നമ്മളുടെ നിയമം മാറ്റി അവരെ സഹായിക്കാനായിട്ട് അവരുടെ കൂടെ ചേർന്നിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടി ആ ജീവികളെ തോൽപ്പിക്കാമായിരുന്നു. പക്ഷെ വക്കാൻഡ അതിന് ശ്രമിച്ചില്ല. അവസാനം ആ ദുരന്തം വക്കാൻഡയെയും തേടിയെത്തി. ആ ജീവികളെ തടയാനുള്ളത്ര പവർ വക്കാൻഡയ്ക്കില്ല. അവറ്റകളെല്ലാം തകർത്തെറിഞ്ഞു. ബാക്കിയായത് ഞാനും ഞങ്ങളുടെ ഡോറാമിലാജ് പടയിലെ കുറച്ചു പേരും മാത്രമാണ്. ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് വക്കാൻഡൻ ടെക്നോളജി ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ക്വാണ്ടം സ്കാനർ. ചരിത്രത്തെ പറ്റി പഠിക്കാനാണ് ഞങ്ങൾ ക്വാണ്ടം സ്കാനർ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഞങ്ങൾക്കിനിയുള്ള അവസാന വഴി ഈ ക്വാണ്ടം സ്കാനർ മാത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ആ ഡിവൈസ് ഉപയോഗിച്ച് ഞാൻ ടൈം ട്രാവൽ ചെയ്തു. ഈ ഏലിയൻസ് വന്ന് എല്ലാവരെയും നശിപ്പിക്കുന്നത് തടയാൻ എന്തെങ്കിലും കാര്യം പാസ്റ്റിൽ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പിന്നിലേക്ക് ടൈം ട്രാവൽ ചെയ്തത്. എവിടെയാണ് ഇതിന്റെയൊക്കെ തുടക്കം? എന്ത് കാര്യം പാസ്റ്റിൽ ചേഞ്ച് ചെയ്താലാണ് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുക എന്ന് അറിയാനായിരുന്നു എന്റെ ആ യാത്ര. വാർഡോഗായിരുന്ന നോനി ലയണിന്റെ കയ്യിൽ നിന്ന് വൈബ്രേനിയം വീണ്ടെടുത്തപ്പോൾ ഒരു ആക്സ് നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ അവിടെ ചെന്നിരുന്നു. പക്ഷെ ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്നെ ആർക്കും കാണാൻ സാധിക്കില്ല. ലയണിന്റെ മുഖംമൂടി, അതുപോലെ തന്നെ വാർഡോഗായിരുന്ന മെംനോൻ ട്രോയിൽ നിന്ന് കണ്ടെത്തിയ വൈബ്രേനിയം നെക്ലേസ്, വാർഡോഗായിരുന്ന പാഷ ചൈനയിൽ നിന്ന് കണ്ടെത്തിയ ഡ്രാഗൺ സ്റ്റാച്യുവിലെ വൈബ്രേനിയം ടങ്, ഇതെല്ലാം ഞാൻ പരിശോധിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം എനിക്ക് മനസ്സിലായത്. ഇതൊക്കെ നടക്കാനുള്ള കാരണം ലയണിന്റെ കയ്യിൽ നിന്ന് നോനി എന്ന് നഷ്ടപ്പെടുത്തിയ ആ ആക്സ് ആണ്. അന്നത്തെ ആക്സ് ആണ് നിങ്ങൾ ഇന്ന് എത്യോപ്യയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ഈ ആക്സ് ആണ് എല്ലാത്തിനും കാരണം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം മാത്രം മാറ്റിയാൽ ഫ്യൂച്ചറിൽ എല്ലാം ശരിയാവും. കുറെ കാലം കഴിഞ്ഞ് വക്കാൻഡ രക്തമുള്ള ഒരാൾ തന്നെ ഈ ആക്സ് കണ്ടെത്തേണ്ടതാണ്. അങ്ങനെ കണ്ടെത്തിയാലാണ് എല്ലാം ശരിയായി നടക്കൂ. ഇത്രയും പറഞ്ഞിട്ട് ആ ലേഡി അവരുടെ തലയിൽ നിന്ന് കൈയെടുക്കുവാണ്. എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്ന് കൂടക്കും ടഫാരിക്കും മനസ്സിലായില്ല. നിങ്ങൾ എന്താ പറയുന്നത്? ഈ ഒരു ആക്സ് കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെന്നോ? അതെ, നിങ്ങളിപ്പോ എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്ന ഈ ആക്സ് നിങ്ങൾ അത് ഇവിടുന്ന് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അതിവിടേക്ക് പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം വരുന്ന സയന്റിസ്റ്റ് കണ്ടെത്തുമായിരുന്നു. അവരതുകൊണ്ട് ഒരു മ്യൂസിയത്തിൽ വെക്കുമായിരുന്നു. ആ മ്യൂസിയത്തിൽ നിന്ന് ഈ ആക്സ് കുറച്ചുപേര് മോഷ്ടിക്കും. ആ കൂട്ടത്തിൽ വക്കാൻഡൻ രക്തമുള്ള ഒരുത്തനും ഉണ്ടായിരുന്നു. അവൻ വക്കാൻഡയിലേക്ക് കയറി ചെന്ന് അതിനെ തുടർന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണമാണ് വക്കാൻഡ പുറം ലോകത്തേക്ക് അവരുടെ വാതിലുകൾ തുറക്കാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുന്നതുകൊണ്ട് വക്കാൻഡയും പുറം ലോകവും ഒറ്റക്കെട്ടാവും. അങ്ങനെ ഹോർഡ് എന്ന് പറയുന്ന ഈ ഏലിയൻസിന് ഈസിയായി തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ ആക്സ് എടുത്തതുകൊണ്ട് അതൊന്നും നടക്കില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഇത് മനസ്സിലാക്കൂ. എനിക്ക് അധികം സമയമില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ആക്സ് നിങ്ങൾ എവിടെ നിന്നാണോ കണ്ടുപിടിച്ചത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കണം. ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രശ്നത്തിലാവും. നിങ്ങൾ ഈ ആക്സ് കൊണ്ട് കിട്ടിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വെച്ചാൽ എന്റെ ടൈം ലൈൻ നിങ്ങളുടെ ടൈം ലൈനുമായിട്ട് കൂടിച്ചേർന്നോളൂ. അതായത് നമ്മളുടെ വക്കാൻഡയ്ക്ക് ലോകത്തിനും നല്ലൊരു ഭാവി ഉണ്ടാവാൻ ഇത് മാത്രമേ വഴിയുള്ളൂ. പക്ഷെ കൂടയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് അത്ര വിശ്വാസം വരുന്നില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഓരോട്ടും ടൈം ട്രാവൽ ചെയ്യുമ്പോൾ എന്റെ ഹെൽത്ത് ഇല്ലാതെയാവുകയാണ്. വക്കാൻഡൻ ബ്ലാക്ക് പാന്തേഴ്സ് കുടിക്കുന്ന ഹൃദയത്തിന്റെ ഷേപ്പുള്ള ആ മരുന്ന് കഴിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. പക്ഷെ എത്ര നേരത്തേക്ക് പറ്റുമെന്ന് അറിയില്ല. ഇനി മറ്റൊരു ടൈം ട്രാവൽ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ എന്തിനു വിശ്വസിക്കണം? ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഫ്യൂച്ചറിലുള്ള ഒരാൾക്ക് മാത്രം അറിയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങളോട് ഇപ്പൊ തന്നെ പറയാം. നിങ്ങളുടെ കാലത്ത്, അതായത് ഇപ്പോഴത്തെ വക്കാൻഡയിലെ റാണി ഗർഭിണി
ഗർഭിണിയാണെന്നുള്ള കാര്യം എനിക്കറിയാം. അതും അവരുടെ 4ാമത്തെ കുട്ടിയാണ് ഇപ്പോൾ ജനിക്കാൻ പോകുന്നത്. അതും ഒരു പെൺകുട്ടിയായിരിക്കും. നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ടൈം ട്രാവലിന്റെ ടൈം ലിമിറ്റ് കഴിയുവാണ്. പെട്ടെന്ന് ഫ്യൂച്ചറിൽ നിന്ന് വന്ന ബ്ലാക്ക് പാന്തർ ലേഡി അവിടുന്ന് മാഞ്ഞുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാൾ ഫ്യൂച്ചറിൽ നിന്ന് വന്ന് എന്തൊക്കെയോ ഭയങ്കര കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർ തിരിച്ചെടുക്കാൻ വന്ന വൈബ്രേനിയം എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കണമെന്ന് പറയുവാണ്. ഇവരിനി എന്ത് ചെയ്യും? കൂടാ നമ്മൾക്ക് ഈ ആക്സ് കൊണ്ട് അവർ പറഞ്ഞതുപോലെ തിരിച്ചു വെക്കാം. പ്രിൻസ് ടഫാരി എന്ത് മണ്ടത്തരോ പറയുന്നത്? ചരിത്രത്തിൽ ഇടം പിടിക്കണം, പേര് വേണമെന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? കൂടാ ഇത് വക്കാൻഡിയുടെ മാത്രം ഫ്യൂച്ചറിന്റെ കാര്യമല്ല, ഈ ലോകത്തിന്റെ മൊത്തം ഭാവി നമ്മളുടെ കയ്യിലാണ്. ഇതാണ് നമ്മൾ ശരിയായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട സമയം. കൂടാ നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ഇതൊരു രഹസ്യമാണ്, പക്ഷെ ഇത് പറഞ്ഞേ പറ്റൂ. ആ ലേഡി പറഞ്ഞതുപോലെ വക്കാൻഡിയിലെ റാണി എന്ന് പറഞ്ഞ എന്റെ അമ്മ ഇപ്പൊ ഗർഭിണിയാണ്. അതും അവർ പറഞ്ഞതുപോലെ 4ാമത്തെ കുട്ടിയാണ് ജനിക്കാൻ പോകുന്നത്. ഈ രഹസ്യം വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. അത് അറിഞ്ഞിട്ടുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അവർ ഫ്യൂച്ചറിൽ നിന്ന് വന്നവരായിരിക്കും. കൂടാ നിങ്ങളല്ലേ പറഞ്ഞത് നമ്മളുടെ മിഷനേക്കാളും വലുത് വക്കാൻഡിയെ സംരക്ഷിക്കലാണെന്ന്? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യം ഈ ആക്സ് കൊണ്ട് എടുത്ത സ്ഥലത്ത് തിരിച്ചു വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ മാറട്ടെ. അങ്ങനെ കൂടാ പ്രിൻസ് ടഫാരി പറയുന്ന കേട്ട് കൺവിൻസ് ആവുകയാണ്. അതുകൊണ്ട് തിരിച്ചു വെക്കാമെന്ന് തന്നെ തീരുമാനിക്കുന്നു. ഈ സമയത്ത് ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്തു വന്ന ആ ലേഡി ബ്ലാക്ക് പാന്തർ തിരിച്ചങ്ങോട്ട് ചെല്ലുവാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ അവിടെ ബാക്കിയുള്ള കുറച്ച് ഡോറ മിലാജസ് മാത്രമാണ് നിൽക്കുന്നത്. ഹോഡ് എന്ന് പറയുന്ന ഏലിയൻസ് അവരെ നശിപ്പിക്കാൻ വേണ്ടി അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ടൈം ട്രാവൽ കൂടി നടത്തി നോക്കാമെന്ന് ബ്ലാക്ക് പാന്തർ പറയുന്നുണ്ട്. പക്ഷെ കൂടെ നിൽക്കുന്നവര് അങ്ങനെ ചെയ്ത ഒരു പക്ഷെ ആ ലേഡി ബ്ലാക്ക് പാന്തർ മരിക്കാൻ പോലും ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്തൊക്കെ പറ്റിയാലും ജീവൻ തന്നെ പോയാലും ഒരു വട്ടം കൂടി ടൈം ട്രാവൽ ചെയ്യാൻ അവർ തയ്യാറാവുകയാണ്. ആ സമയത്താണ് അവിടുത്തെ മതിലുകൾ തകർത്തെറിഞ്ഞ് ഏലിയൻസ് അങ്ങോട്ട് കയറി വരുന്നത്. ഡോറ മിലാജസ് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ച് ഏലിയൻസിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏലിയൻസ് വളരെയധികം പവർഫുൾ ആണ്. കൂടിയും ടഫാരിയും ചേർന്ന് അവർ ഈ ആക്സ് എടുത്തുകൊണ്ടുവന്ന യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുവാണ്. പക്ഷെ അപ്പോഴേക്കും അവിടെ ആൾക്കാർ ഒരുപാട് കൂടി കഴിഞ്ഞു. ഇതെടുത്ത് അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടുവയ്ക്കണമെന്നാണ് ലേഡി ബ്ലാക്ക് പാന്തർ പറഞ്ഞിരിക്കുന്നത്. ആക്സ് കൊണ്ടുവയ്ക്കാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് ഇവർ സൈന്യത്തിലെ ആളുകളുടെ കണ്ണിപ്പെട്ടു. അവരിവർ രണ്ടുപേരെയും വെടിവെക്കാൻ നോക്കിയെങ്കിലും കൂടെ ആ സൈനികരെയൊക്കെ അടിച്ചു നിലത്തിടുവാണ്. ഈ സമയത്ത് ഫ്യൂച്ചറിൽ എത്ര തടയാൻ ശ്രമിച്ചിട്ടും ഏലിയൻസ് മുന്നേറിക്കൊണ്ടേയിരിക്കുവാണ്. ഓരോരോ ഡോറ മിലാജസിനെയായിട്ട് ഏലിയൻസ് വന്ന് കടിച്ച് കുടയാൻ തുടങ്ങി. ഇപ്പൊ അതിനേക്കാൾ വലിയ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ ലേഡി ബ്ലാക്ക് പാന്തറിന് അവരുടെ ഹെൽത്ത് നോക്കാതെ വേണമെങ്കിൽ ഒരു വട്ടം കൂടി ടൈം ട്രാവൽ നടത്തി നോക്കാം. പക്ഷെ ലേഡി ബ്ലാക്ക് പാന്തർ ഇല്ലാതെ ഈ ഏലിയൻസിനെ തടഞ്ഞു നിർത്താൻ ഡോറ മിലാജസിനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അങ്ങനെ തടയാൻ പറ്റിയില്ലെങ്കിൽ ഈ ടൈം ട്രാവൽ നടക്കുന്ന ഡിവൈസിൽ കൂടെ ഈ ഏലിയൻസ് പണ്ടത്തെ കാലത്തേക്ക് എത്തും. അങ്ങനെ എത്തുവാണെങ്കിൽ പിന്നെ എന്തൊക്കെയാ നടക്കുക എന്ന് പറയണ്ടല്ലോ. പാസ്റ്റിലേക്ക് ചെന്ന് ഈ ഏലിയൻസ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയ ലോകം പണ്ടേക്ക് പണ്ട് നശിച്ചു പോവില്ലേ? അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഈ ലേഡി ബ്ലാക്ക് പാന്തർ ടൈം ട്രാവൽ ചെയ്യുന്ന പ്ലാൻ ഉപേക്ഷിച്ച് ഏലിയൻസിനെ തടയാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുവാണ്. ഈ സമയത്ത് പാസ്റ്റിൽ ആക്സ് തിരിച്ചു വെക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന ടഫാരിയുടെയും കൂടെയുടെ മേലേക്ക് ഒരു ബിൽഡിങ്ങിന്റെ ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുവാണ്. ടഫാരിയെ രക്ഷിക്കാൻ വേണ്ടി കൂടെ അവനെ തള്ളിമാറ്റി. പക്ഷെ ബിൽഡിംഗ് അയാളുടെ മേലേക്കാണ് വന്ന് വീഴുന്നത്. തൽക്കാലം അങ്ങേർക്ക് എണീക്കാൻ പറ്റുന്നില്ല. എന്നാലും അയാൾ ടഫാരിയോട് പെട്ടെന്ന് പോയി ആക്സ് തിരിച്ചു കൊണ്ടുവയ്ക്കാൻ പറയുവാണ്. അതാണ് അവരുടെ ഇപ്പോഴത്തെ മിഷൻ. തനിക്ക് എന്ത് പറ്റിയാലും ശരി വാർഡോഗായി മാറി ജീവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ അന്ത്യം ഇതുപോലെയായിരിക്കും. ഇതൊന്നും കണ്ട് മനസ്സ് പതറാൻ പറ്റില്ല. നിന്റെ മിഷൻ തുടരൂ ടഫാരി. ഒരു നല്ല വാർഡോഗ് ആവണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. കൂടെ പറയുന്നത് കേട്ട് പ്രിൻസ് ടഫാരിക്ക് ആത്മവിശ്വാസം വരുവാണ്. അവൻ ആ ആക്സ് എടുത്തുകൊണ്ട് അതിരുന്ന സ്ഥലത്ത് തന്നെ വെക്കാൻ വേണ്ടി പോകുന്നു. ഈ സമയത്ത് എല്ലാ ഡോറ മിലാജസും പരാജയപ്പെട്ടു കഴിഞ്ഞു. ടൈം ട്രാവലിംഗ് മെഷീന്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഏലിയനെ തടയാൻ വേണ്ടി ബ്ലാക്ക് പാന്തർ ലേഡി മുന്നിലേക്ക് കയറുവാണ്. അവരെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അത്രയ്ക്കും പവർഫുൾ ആണ് ഏലിയൻസ്. പക്ഷെ അവസാന ശ്വാസം വരെ അവർ വക്കാൻഡയ്ക്ക് വേണ്ടി പോരാടാൻ റെഡിയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ ഒരു ബ്ലാക്ക് പാന്തർ ആയിട്ടുണ്ടാവുക. ആ മെഷീന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഹോർഡ് ഏലിയൻസിനെയും വക്കാൻഡ ഫോർ എവർ എന്ന് പറഞ്ഞ് ആ ലേഡി ബ്ലാക്ക് പാന്തർ ഒറ്റയ്ക്ക് നിന്ന് ധൈര്യത്തോടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്കതിന് സാധിക്കുന്നില്ല. പെട്ടെന്ന് സ്ക്രീൻ വൈറ്റായി. എന്താണ് സംഭവിച്ചത്? യെസ്, പ്രിൻസ് ടഫാരി ആ ആക്സ് എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവച്ചു. അങ്ങനെ പാസ്റ്റ് ചേഞ്ച് ആയതോടെ ഫ്യൂച്ചറും ചേഞ്ച് ആയി. ചിലർക്ക് പ്രശ്നം തോന്നില്ല. പക്ഷെ MCUവിനെ കറക്റ്റ് ഫോളോ ചെയ്യുന്നവർക്ക് എന്തോ ഒരു പ്രശ്നം തോന്നിക്കാണും. അത് നമ്മൾക്ക് ലാസ്റ്റ് പറയാം. എന്തായാലും പ്രിൻസ് ടഫാരി തിരിച്ചു വന്ന് കൂടെ എണീപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും വക്കാൻഡിലേക്ക് തിരിച്ചു ചെല്ലുവാണ്. ആക്സ് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരാത്തതിന് പ്രിൻസ് ടഫാരി ഒരു നുണ അങ്ങോട്ട് പറയുവാണ്. അവിടെ നടന്ന യുദ്ധത്തിൽ ആ സ്ഥലം മുഴുവനായിട്ട് നശിച്ചുപോയി. അതുകൊണ്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തതുപോലെ ആ വൈബ്രേനിയം ആക്സ് അതിന്റെ ഉള്ളിൽ തകർന്നു പോയി കാണും. അത്രയ്ക്കും വലിയ യുദ്ധമാണ് അവിടെ നടന്നത്. മാത്രമല്ല അവിടുത്തെ സൈനികർ ഞങ്ങളെ കണ്ടെത്തിയാൽ അത് വക്കാൻഡിക്ക് തന്നെ ഒരു ഭീഷണിയാവില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ ആ മിഷൻ ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളുടെ ടഫാരി വക്കാൻഡിയിലെ എല്ലാവരെയും അങ്ങോട്ട് കൺവിൻസ് ചെയ്യുവാണ്. കൂടെ തന്നെ കട്ടയ്ക്ക് നമ്മുടെ വാർഡോഗായിട്ടുള്ള കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആളുകളുടെ കണ്ണി പൊടിയിട്ട് അവർ രണ്ടുപേരും എസ്കേപ്പ് ആയി. പ്രിൻസ് ടഫാരി ചരിത്രത്തിൽ ഇടം പിടിക്കണമെന്നല്ലേ നിന്റെ ആഗ്രഹമായിരുന്നത്? പക്ഷേ ഇപ്പൊ ചരിത്രത്തിനെ തന്നെ നീ രക്ഷിച്ചിരിക്കുവാണ്. പക്ഷേ വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളാ ചെയ്തതെന്ന് ഒരാളും അറിയാൻ പോകുന്നില്ല. അതെ കൂടാ, പക്ഷെ എനിക്കതിൽ വിഷമമില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ മിഷനാണ് പ്രധാനം, അല്ലാതെ
അതിന്റെ പിന്നിലെ കഥയല്ല. എന്നാലും എനിക്കൊരു ആഗ്രഹമുണ്ട്, നമ്മൾ ഈ ചെയ്ത കാര്യം കൊണ്ട് ഫ്യൂച്ചറിലെല്ലാം ശരിയായി കാണുമോ? അതറിയാൻ നമ്മൾക്ക് ഒരു വഴിയുമില്ല. എന്തായാലും എല്ലാം ശരിക്കും നടന്നു കാണുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാവല്ലേ. പെട്ടെന്ന് സീൻ ചേഞ്ച് ആവുന്നു. ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്. ഒരു മ്യൂസിയത്തിൽ ഒരു ആക്സ് ഇരിക്കുന്നുണ്ട്. ആ ആക്സ് നോക്കി എവിടേക്കോ കണ്ടുപരിചയമുള്ള ഒരാള് ഇങ്ങനെ നിൽക്കുവാണ്. അയാളുടെ പേരാണ് എറിക് കിൽമോംഗർ. അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതായിരുന്നു വാർ ഡോഗ്സിന്റെ കഥ. ഇപ്പൊ ബാക്കി നിൽക്കുന്ന കുറച്ച് സംശയങ്ങളും മറ്റു ചില കാര്യങ്ങളും പറയാം. ഒന്നാമത്തെ കാര്യം, ഈ ആക്സ് തിരിച്ചു വെച്ചതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പാസ്റ്റിൽ ഒരു ചെറിയ കാര്യം ചേഞ്ച് ആവുന്നത് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുക നമുക്ക് കാണാം. ഈ ആക്സ് അവിടെ വെച്ചതുകൊണ്ട് ഭാവിയിൽ പുരാവസ്തു ഗവേഷകരായിട്ടുള്ള സയന്റിസ്റ്റുകൾ അങ്ങോട്ട് വരുമ്പോൾ ഈ ആക്സ് കണ്ടുപിടിക്കും ഇതൊരു പ്രത്യേക മെറ്റൽ കൊണ്ടുള്ള ആക്സ് ആയതുകൊണ്ട്. ഐ മീൻ വൈബ്രേനിയം ആണെന്ന് അവർക്ക് അറിയില്ല, എന്നാലും അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ആക്സ് ആയതുകൊണ്ട് അവരതെടുത്ത് മ്യൂസിയത്തിൽ വെക്കും. ഒരുപക്ഷെ എത്യോപ്യയിലെ യുദ്ധം നടന്ന സമയത്ത് അവിടുന്ന് കിട്ടിയ ആക്സ് ആയതുകൊണ്ടാവാം അവരത് മ്യൂസിയത്തിൽ വെക്കുന്നത്. അങ്ങനെ മ്യൂസിയത്തിലിരിക്കുന്ന ഈ ആക്സ് മോഷ്ടിക്കാൻ വേണ്ടിയാണ് യുലിസിസ് ക്ലോയും എറിക് കിൽമോംഗറും കൂടി ആ മ്യൂസിയത്തിലേക്ക് പോകുന്നത്. അവരത് മോഷ്ടിക്കും. അത് കഴിഞ്ഞ് യുലിസിസ് ക്ലോയുമായിട്ടുള്ള ബന്ധം കാരണം വക്കാൻഡയിലേക്കുള്ള വഴികൾ കിൽമോംഗറിന് മനസ്സിലാവും. കിൽമോംഗർ യുലിസിസ് ക്ലോയെ കൊല്ലും. എന്നിട്ട് അയാളുടെ ബോഡി കൊണ്ട് അവൻ വക്കാൻഡയിലേക്ക് കടക്കും. അങ്ങനെ കടന്ന് നമ്മളുടെ കിങ് ടിച്ചാലയുമായിട്ട് അവനൊരു മത്സരം വെക്കും. അങ്ങനെ അവൻ രാജാവായിട്ട് മാറും. പിന്നെ കിങ് ടിച്ചാല ബ്ലാക്ക് പാന്തറായിട്ട് തിരിച്ചു വരും. അവർ തമ്മിൽ യുദ്ധം നടക്കും. ലാസ്റ്റ് നമ്മളുടെ എറിക് കിൽമോംഗർ മരിക്കും. പക്ഷേ ഈ സംഭവങ്ങൾ കാരണം കിങ് ടിച്ചാല ഒരു തീരുമാനം എടുക്കും. വക്കാൻഡ ഇങ്ങനെ രഹസ്യമായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. വക്കാൻഡയുടെ വാതിലുകൾ ലോകത്തിന് മുന്നിൽ തുറക്കണം. അങ്ങനെ എല്ലാവരുമായിട്ട് ഒരു സഹകരണത്തോടെ വേണം വക്കാൻഡ ഇനി മുന്നേറാൻ. ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞതുപോലെ എറിക് കിൽമോംഗറിന്റെയും അയാളുടെ അച്ഛന്റെയും ഒക്കെ ഐഡിയ നല്ലതായിരുന്നു. പക്ഷെ അതിനവർ തിരഞ്ഞെടുത്ത വഴികൾ കുറച്ച് ക്രൂരമായിരുന്നു. ഇങ്ങനെ വക്കാൻഡ പുറം ലോകവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നേറാൻ സാധിക്കുന്നു. അങ്ങനെ സാധിച്ചാലാണ് ഭാവിയിൽ 500 വർഷങ്ങൾക്ക് ശേഷം ഈ ഹോഡ് എന്ന് പറയുന്ന ഏലിയൻസ് വരുമ്പോ വക്കാൻഡയ്ക്കും ലോകത്തിലെ മറ്റു ശക്തികൾക്കും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടാൻ പറ്റൂ. ഇതാണ് ഫ്യൂച്ചറിൽ നിന്ന് വന്ന ആ ലേഡി ബ്ലാക്ക് പാന്തർ പറയുന്നത്. നിങ്ങൾ അതിനെ ആലോചിച്ച് നോക്ക്. ഒരുപക്ഷെ ഈ ആക്സ് കൂടെയും ടഫാരിയും കൂടി എടുത്തുകൊണ്ട് പോരുമായിരുന്നെങ്കിൽ അത് മ്യൂസിയത്തിൽ ആളുകൾക്ക് കിട്ടുമായിരുന്നില്ല. അത് മ്യൂസിയത്തിൽ ഇല്ലെങ്കിൽ എറിക് കിൽമോംഗർ അതെടുക്കാൻ യുലിസിസ് ക്ലോയുടെ കൂടെ ചേരുമായിരുന്നില്ല. അങ്ങനെ ചേർന്നില്ലായിരുന്നെങ്കിൽ കിൽമോംഗർ വക്കാൻഡയിൽ എത്തുമായിരുന്നില്ല. എത്തിയില്ലായിരുന്നെങ്കിൽ ടിച്ചാല പുറംലോകവുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുമായിരുന്നില്ല. എടുത്തില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തൊക്കെയാ സംഭവിക്കുക? താനോസ് വരുന്ന സമയത്ത് വക്കാൻഡയിൽ നടക്കുന്ന വാറ് അവിടെ ആയിരിക്കില്ല നടക്കുക. ആ വാറിൽ വക്കാൻഡയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ടെക്നോളജി എത്രത്തോളം താനോസിനെ തടയാൻ വേണ്ടി സഹായിച്ചുവെന്ന്, അവിടുന്ന് പിന്നെ വൈബ്രേനിയം എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു, പിന്നീട് എന്തൊക്കെ നടന്നു എന്നൊക്കെ നമ്മൾക്കറിയാം. പക്ഷേ ഇതിനൊക്കെ കാരണം ആ ആക്സ് അതിരുന്ന സ്ഥലത്ത് തന്നെ കൂടെയും ടഫാരിയും കൂടി കൊണ്ടുവച്ചതിനാലാണ്. അവരത് തിരിച്ചു കൊണ്ടുവച്ചപ്പോ ലേഡി ബ്ലാക്ക് പാന്തർ പറഞ്ഞതുപോലെ ഹോഡ് ഏലിയൻസ് കാരണം നശിച്ചു പോകുന്ന ഫ്യൂച്ചർ ടൈം ലൈൻ നമ്മളുടെ MCUവിന്റെ ഇപ്പോഴത്തെ ടൈം ലൈനുമായിട്ട് കൂടിച്ചേരുവാണ്, അല്ലെങ്കിൽ മെർജ് ആവുകയാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ബ്രൂസ് ബാനറിനോട് ആൻഷ്യൻ വൺ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു ഇൻഫിനിറ്റി സ്റ്റോൺ പാസ്റ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ അവിടെ ഒരു ഓൾട്ടർനേറ്റ് ടൈം ലൈൻ ഉണ്ടാവും. എന്നിട്ട് ആ ഇൻഫിനിറ്റി സ്റ്റോൺ കൊണ്ട് പാസ്റ്റിൽ എവിടെ നിന്നാണോ അത് എടുത്തത് അവിടെ തന്നെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ ഓൾട്ടർനേറ്റ് ടൈം ലൈൻ ഇല്ലാതെയാവും. ഇതേ ലോജിക്കാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പാസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഫ്യൂച്ചർ ചേഞ്ച് ആവുന്നത് പോലെയുള്ള ഒരു ടൈം ട്രാവൽ. പക്ഷെ എന്തൊക്കെയോ പ്രശ്നമില്ലേ? MCUവിലെ ടൈം ട്രാവൽ റൂൾ ഇങ്ങനെയല്ലല്ലോ. എൻഡ് ഗെയിമിൽ നമ്മൾ കണ്ടതാണ്, പാസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഫ്യൂച്ചർ ചേഞ്ച് ആവില്ല, പകരം ഒരു ഓൾട്ടർനേറ്റ് ടൈം ലൈൻ ആണ് ഉണ്ടാവുക. നമ്മുടെ ലേഡി ബ്ലാക്ക് പാന്തർ ബാക്കിലേക്ക് വന്ന് ഈ പാസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തതുകൊണ്ട് അവരുടെ ടൈം ലൈൻ മാറില്ല, പകരം ഒരു നല്ല ഭാവിയായിട്ടുള്ള നമ്മളുടെ ഇപ്പോഴത്തെ MCU ടൈം ലൈൻ ആണ് ഉണ്ടാവുക. അതും ഒരു ഓൾട്ടർനേറ്റ് ടൈം ലൈൻ ആയിട്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം ലൈൻസിനെ പറ്റി അത്യാവശ്യം ഒരു അറിവുണ്ടായിരിക്കണം. നമ്മളുടെ ഇൻഫിനിറ്റി വാർ ആൻഡ് എൻഡ് ഗെയിം വീഡിയോ കണ്ടവർക്കൊക്കെ ഇത് വളരെ നന്നായിട്ട് മനസ്സിലാവും. അല്ലാത്തവര് ഇത് ആലോചിച്ച് തലപോയിക്കേണ്ട ആവശ്യമില്ല. എന്റെ സംശയം MCU തന്നെ അവരുടെ ടൈം ട്രാവൽ റൂൾസ് തെറ്റിക്കുവാണോ? അവര് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പാസ്റ്റിലെ ഒരു കാര്യം ചേഞ്ച് ചെയ്താൽ ഫ്യൂച്ചർ ചേഞ്ച് ആവില്ല. പിന്നെ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ അതിനൊരു ഉത്തരവില്ല. MCUവിന്റെ പല യൂണിവേഴ്സുകളിലും പല തരത്തിലാണ് ടൈം ട്രാവൽ നടക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇതൊരു അനിമേറ്റഡ് യൂണിവേഴ്സ് ആണെന്നും ഇവിടെ ഒരു പക്ഷേ ടൈം ട്രാവൽ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കാമെന്നും നമ്മൾക്ക് പറയേണ്ടി വരും. പിന്നെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്, ഈ സീരീസിന്റെ ഇടയ്ക്ക് നമ്മൾക്ക് വാച്ചറിനെ ആകാശത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഒറ്റ ഡയലോഗോ ഒന്നുമില്ല, പക്ഷെ വാച്ചർ എന്ന് പറയുന്ന ഈ കഥാപാത്രം MCUവിലെ പല ഭാഗത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ്. പല അനിമേറ്റഡ് സീരീസുകളിലും ഈവൻ MCUവിന്റെ പ്രധാനപ്പെട്ട സിനിമകളിൽ പോലും വാച്ചറിനെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു പക്ഷെ ഐസ് ഓഫ് വക്കാൻഡ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനിമേറ്റഡ് സീരീസ് തന്നെയാണെന്ന് എനിക്ക് തോന്നാൻ കാരണം. അതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തായാലും ഒരുപാട് പേർക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടു കാണും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി എന്നാണ് കാണാൻ പറ്റുക അറിയില്ല. ഇനി കാണുന്നത് വരെ once again it's me Amit signing out. Because I am going on vacation.